ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് LHS മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ന്യൂ ഇയർ എക്സാം എന്ന് പറയുന്ന സീരീസുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി 2 ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇ ഗവേൺസ് അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെൻറ്റ്, ഈ 2 ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാമത്തെ ടോപ്പിക്കായിട്ടുള്ള എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മോഡൽ ചോദ്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ചോദ്യം? ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കൊളോണിയലിസം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പീരീഡ് ഓഫ് ഡാഷ്. എന്താണ് കാര്യം? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് അതുപോലെ ഇഗ്നോയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലേ, ഈ ഒരു കൊളോണിയലിസത്തെ എന്താണ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 1600 കാലഘട്ടങ്ങൾ വരികയും അവർ ട്രേഡിന് വേണ്ടിയിട്ട് വരികയും പിന്നീട് എന്താണ് അവർ ഇന്ത്യക്ക് മേൽ അധികാരം സ്ഥാപിക്കുകയും ഈ ഒരു കൊളോണിയലിസം മറ്റു രാജ്യങ്ങൾ നടപ്പിലാക്കിയതുപോലെ നമ്മുടെ ഇന്ത്യയിലും വ്യാപിപ്പിച്ചു അല്ലേ. സോ അതിന് 3 സ്റ്റേജസ് ആണുള്ളതെന്ന് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം? ഓക്കെ, അതാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതല്ലേ. ഓരോ സ്റ്റേജിലും അവരുടെ ലക്ഷ്യങ്ങളെയാണ് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്. സോ അത്തരത്തിൽ താഴെ തന്ന 4 ഓപ്ഷനിൽ ഫസ്റ്റ് സ്റ്റേജിലെ കൊളോണിയലിസത്തിന്റെ ഈ ഒരു കോളനിവൽക്കരണത്തിന്റെ ആദ്യ സ്റ്റേജിൽ ആദ്യ പീരീഡിൽ എന്താണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന പേര് മനസ്സിലാവും അല്ലേ. സോ ഓരോന്നായിട്ട് നോക്കാം. എയർ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഫോർ കോളനീസ്. എന്താണ് എയർ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വിദേശ നിക്ഷേപം. തുടക്കം തന്നെ ചാടിക്കേറിട്ട വിദേശ നിക്ഷേപമാണോ അവർ ചെയ്തത്? സോ അല്ലേ, നമുക്ക് ലോജിക്ക് വെച്ചിട്ട് ആദ്യം ഈ ഒരു കാര്യം തന്നെ നമുക്ക് കട്ട് ചെയ്യാം. എയർ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഫോർ കോളനീസ്. രണ്ടാമത്തെ എന്താണ്? കോളനിസമോ ഫ്രീ ട്രേഡ്. എന്താണ് ഫ്രീ ട്രേഡ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നു അല്ലേ. ഫ്രീ ട്രേഡിലൊക്കെ അവർ വരുന്നത് എന്താണ്, പതിയാണ് ഫ്രീ ട്രേഡ് പോലുള്ള കൺസെപ്റ്റിലേക്കൊക്കെ വരുന്നത്. അത് പഠിച്ചവർക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാതെ നമുക്ക് എന്താണ് ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞാൽ ലോജിക്ക് വെച്ച് എഴുതാൻ വേണ്ടി പറ്റത്തില്ല. അതുപോലെ തന്നെ ഇമ്പോസിഷനോ വൈസ്രോയി റൂൾ. വൈസ്രോയി റൂളൊക്കെ നമുക്ക് എന്താണ് പിന്നീട് വൈകിയാണ് വരുന്നത്. 1800 സംതിങ് ആ ഒരു കാലയളവിലാണ് വൈസ്രോയി റൂൾ അല്ലേ. ആദ്യം ഗവർണർ ജനറൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. സോ അതുമല്ല, പിന്നെ എന്താണ് ബാക്കിയുള്ളത്? മോണോപ്പൊളി ട്രേഡ് ആൻഡ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ. ഓക്കെ, എന്താണ് ഇവിടെ വരുന്നത്? മോണോപ്പൊളി ട്രേഡ് ആൻഡ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ. ബ്രിട്ടീഷുകാർ വന്ന ഉടനെ തന്നെ അവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യം എന്താണ്? മോണോപ്പൊളി അല്ലെങ്കിൽ ഒരു കുത്തക മാർക്കറ്റിൽ എന്താണ് ഒരു കുത്തകയായിട്ട് മാറാൻ വേണ്ടി അവർ ശ്രമിച്ചു അല്ലേ. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. ഓക്കെ, നമ്മളെന്താണ് ഒരു 10,000 പേര് താമസിക്കുന്ന ഒരു വളരെ വലിയൊരു കോളനി ഉണ്ട്. ഓക്കെ, വളരെ വലിയൊരു കോളനി ഉണ്ട്. ആ ഒരു കോളനി ആകെ ഒരു വെജിറ്റബിൾ ഷോപ്പ് അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന ഒരു പലചരക്കട മാത്രമേ അവിടെ ഉള്ളൂ എന്ന് വിചാരിക്കും. ഓക്കെ, ഈ 10,000 പേരിലൊരു കോളനിയാണ്. അവിടെ എന്താണ് വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരൊറ്റ വ്യക്തിയാണ്, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, വ്യവസായിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വേറെ ഒരു കോമ്പറ്റീഷൻ ഒരു കാര്യമില്ല. സോ ആ ഒരു 10,000 പേര് എത്ര രൂപയ്ക്ക് വെജിറ്റബിൾ വാങ്ങണം അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ വാങ്ങണം എന്ന് ആർക്ക് തീരുമാനിക്കാം? എക്സിന് തീരുമാനിക്കാം അല്ലേ. കാരണം എന്താണ്, മറ്റൊരു കോമ്പറ്റീഷൻ അവിടെ വരുന്നില്ല. വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് 10,000 പേരും എന്താണ് എത്ര വില കൂടിയാലും അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. സോ കോമ്പറ്റീഷൻ ഇല്ല. ഈ ഒരു എക്സ് എന്നതിന് പകരമായിട്ട് അവിടെ ഒരുപാട് കോമ്പറ്റീഷനുള്ള സ്ഥാപനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരുപാട് കടകൾ ഉണ്ടെങ്കിൽ എന്താണ്, സപ്പോസ് ഒരു വ്യക്തി പറയാണ് ഇന്ന് പച്ചക്കറിക്ക് 100 രൂപയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇന്നലെ 50 രൂപയ്ക്ക് അല്ലേ വിറ്റത്, അല്ലെങ്കിൽ കഴിഞ്ഞ അപ്പുറത്തുള്ള കടയിൽ എന്താണ് ആകെ 50 രൂപ 60 രൂപയല്ലേ ഉള്ളൂ, പിന്നെ എന്താണ് നിങ്ങൾ 100 രൂപയ്ക്ക് വിൽക്കുന്നത്, ഞങ്ങൾ വാങ്ങുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോവാം അല്ലേ. ബട്ട് ഇവിടെ എന്താണ് മൊണോപ്പൊളി അല്ലെങ്കിൽ അവിടെ അവർ മാത്രമാണെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റില്ല. ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യമില്ലേ. നമ്മൾ ചോദ്യം ചെയ്താൽ എന്താണ് വേണമെങ്കിലും വാങ്ങിയാൽ മതി എന്ന രീതിയിൽ പറയല്ലേ. സോ നമുക്ക് എന്താണ് സാധനം വാങ്ങിയേ പറ്റത്തുള്ളൂ, അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയേ നമുക്ക് പറ്റത്തുള്ളൂ. സോ അത്തരത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യം എന്താണ് ചെയ്തത്? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് മൊണോപ്പൊളി ട്രേഡ് അല്ലെ, ബ്രിട്ടീഷുകാർ മാത്രം അവിടെ ഉണ്ടായിരുന്ന ആ ഡച്ചുകാർ അവരെയൊക്കെ എന്താണ് പുറത്താക്കിയിട്ട് ബ്രിട്ടീഷുകാരെ മാത്രം ഒറ്റയ്ക്ക് എന്താണ് ഭരിക്കാനുള്ള ശ്രമമാണ് ആദ്യത്തെ സ്റ്റേജിൽ, കൊളോണിയലിസത്തിന്റെ ആദ്യത്തെ സ്റ്റേജിൽ അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പോർച്ചുഗീസ് അതുപോലെ തന്നെ ഡച്ച് അവരെയൊക്കെ എന്താണ് തുരത്തി ഓടിച്ചു കൊണ്ടിട്ട് ബ്രിട്ടീഷുകാർ മാത്രമായി അവിടെ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വന്നത്. സോ ട്രേഡിൽ ആരാണ് മൊണോപ്പൊളി ആയിട്ട് മാറുക? ബ്രിട്ടീഷുകാരാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റേജ് എന്ന രീതിയിൽ പറയാം അല്ലേ. ദിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പീരീഡ് ഓഫ് മോണോപ്പൊളി ട്രേഡ് ആൻഡ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ. എന്താണ് പീരീഡ് ഓഫ് മോണോപ്പൊളി ട്രേഡ്? അവിടെ എന്താണ് കുത്തക വ്യാപാരം അല്ലേ, ബ്രിട്ടീഷുകാരുടെ കുത്തക വ്യാപാരവും അതുപോലെ ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ. അതിന് നമുക്ക്
പീരീഡ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഡൊമിനേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാം 1757 തൊട്ടിട്ട് 1813 വരെയാണ് അല്ലേ. ഏതാണ്ട് 1600 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷുകാർ കച്ചവടത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് എന്താണ് മെല്ലെ മെല്ലെ അധികാരങ്ങളെ പിടിക്കുകയും അന്നുണ്ടായിരുന്ന പല ഭരണാധികാരികളെയും കൂട്ടുപിടിച്ചിട്ട് പ്രധാനപ്പെട്ട ശക്തികളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് പിന്നെന്താണ് ബ്രിട്ടീഷുകാർ മെയിനായിട്ട് മാറിയല്ലേ. അങ്ങനെ 1757 തൊട്ടിട്ട് 1813 വരെയുള്ള ആ ഒരു കൊളോണിയലിസത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പീരീഡ് ഓഫ് മൊണോപ്പൊളി ട്രേഡ് ആൻഡ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ. അന്ന് അവരെന്താണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യയിൽ കുത്തകകളായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് അല്ലേ. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഹാഫ് ഓഫ് 18th century ഇന്ത്യ വാസ് കോൺക്വേർഡ് ബൈ എ മൊണോപ്പൊളി ട്രേഡിംഗ് കോർപ്പറേഷൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. 1800 കാലഘട്ടങ്ങളുടെ അവസാനത്തെ ഹാഫിൽ, അല്ലെങ്കിൽ എന്താണ് 18th centuryയുടെ അവസാനത്തെ ഹാഫ് എന്ന് പറയുമ്പോൾ 1700 സംതിങ് 1800 തുടക്കം അല്ലേ. സോ ആ ഒരു സമയത്ത് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കുത്തക മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ബാക്കി ഉണ്ടായിരുന്നവരൊക്കെ എന്താണ് ഓരോ പേരും പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടു അല്ലേ. ദ കമ്പനി ഹാഡ് 2 basic objective at this stage. ഈ ഒരു സമയത്ത് ഫസ്റ്റ് സ്റ്റേജിൽ കൊളോണിയലിസത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പ്രധാനമായിട്ട് 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ. ആ ലക്ഷ്യങ്ങളാണ് മൊണോപ്പൊളി ട്രേഡ് അതുപോലെ ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞത്. ദ ഫസ്റ്റ് വാസ് അക്വയർ എ മൊണോപ്പൊളി ഓഫ് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ്, ഇന്ത്യയിൽ എന്ത് സാധനം, വസ്ത്രമായിക്കോട്ടെ, പലചരക്ക് സാധനങ്ങളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ ബ്രിട്ടീഷുകാർ മാത്രം ഏർപ്പെടുത്തുന്ന അവരുടെ വ്യവസായികൾ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ മാത്രം മതി. മൊണോപ്പൊളി അവിടെ തീരുമാനം ആരെടുക്കും? ബ്രിട്ടീഷുകാരല്ലേ. സോ അത്തരത്തിൽ ഒരു മൊണോപ്പൊളി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവർ ശ്രമിച്ചു. അതിൽ അവർ സക്സസ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് മേജർ ഒബ്ജക്റ്റീവ് ഓഫ് കൊളോണിയലിസം അറ്റ് ദിസ് സ്റ്റേജ് വാസ് ടു ഡയറക്ട്ലി അപ്രോപ്രിയേറ്റ് ടേക്ക് ഓവർ ഗവൺമെന്റൽ റവന്യൂസ് ത്രൂ ദ കൺട്രോൾ ഓവർ ദ സ്റ്റേറ്റ് പവർ. എന്താണ് അതുവരെ ഗവൺമെന്റൽ റവന്യൂ കാര്യങ്ങൾ എന്താണ്, വിവിധ നാട്ടുരാജ്യങ്ങൾ അവരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, അതൊക്കെ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭരണം തന്നെ എന്താണ് മൊത്തത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു അവരുടെ രണ്ടാമത്തെ കാര്യം. സോ മൊണോപ്പൊളി ട്രേഡും അതുപോലെ ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ, ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കുക, ഇന്ത്യയുടെ വ്യവസായങ്ങൾ പിടിച്ചെടുക്കുക, ഇത് രണ്ടുമാണ് ഫസ്റ്റ് സ്റ്റേജിന്റെ ആ കാര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ആ രീതിയിലൊന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്, ദ അഗ്രേറിയൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ വാസ് sought to be transformed in a capitalist direction through the permanent settlement and റയത്വാരി സിസ്റ്റം ഡ്യൂറിംഗ് ദ. എന്താണ് കാര്യം? ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ പറഞ്ഞു മൊണോപ്പൊളി അതുപോലെ തന്നെ ട്രേഡും കാര്യങ്ങളും പറഞ്ഞു അല്ലേ. സോ ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ് മൊണോപ്പൊളിയും ട്രേഡും കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് ഇവിടെ ചോദിക്കുന്ന കാര്യം എന്താണ്? പെർമനന്റ് സെറ്റിൽമെന്റ്, റയോത്വാരി സിസ്റ്റം പോലെയുള്ള കാര്യങ്ങൾ ഏത് സ്റ്റേജിലാണ് വന്നതെന്നാണ് ചോദ്യം വന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ബ്രിട്ടീഷുകാരെ ഇവിടെ വന്ന് മൊണോപ്പൊളി പിടിക്കാനും അതുപോലെ തന്നെ ഇന്ത്യയുടെ റവന്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ശ്രമിച്ചത് അല്ലേ. സോ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിൽ എന്താണ് ആ ഒരു അധികാരം നിലനിർത്തണം അല്ലേ. അതിന് വേണ്ടിയിട്ട് എന്താണ് ലാൻഡ് സെറ്റിൽമെന്റ് ആക്റ്റും കാര്യങ്ങൾ അവർ കൊണ്ടുവന്നു. പെർമനന്റ് സെറ്റിൽമെന്റ്, റയത്വാരി, മഹൽവാരി അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു അല്ലേ. സോ തീർച്ചയായിട്ടും എന്താണ് സെക്കൻഡ് സ്റ്റേജാണ്. ഞാൻ ഒന്ന് സ്ലൈഡ് മാറ്റിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിലാണ് ഈ പറയുന്ന പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ഒക്കെ ഓർമ്മയിലെ റയത്വാരി സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നത്. നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട്. ഓരോരോ ചോദ്യങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ട് പോകുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. So agrarian structure of India was sought to be transformed in a capitalist direction through permanent settlement and the റയത്വാരി സിസ്റ്റം. ക്യാപിറ്റലിസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണ്? അവിടെ ഒരു മുതലാളിത്ത രീതി വന്നു അല്ലേ. അവിടെ എന്താണ് അവർ തീരുമാനിക്കും, ബ്രിട്ടീഷുകാർ കാര്യങ്ങൾ തീരുമാനിക്കും, ആരെന്ത് എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്ന രീതിയിൽ ബ്രിട്ടീഷുകാരെന്താണ് തീരുമാനിക്കും അല്ലേ. സോ ആരെന്ത് എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം അത് പറയുമ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റ് ആണ് ആലോചിക്കുക. അങ്ങനെയല്ല, ആ ഒരു മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് ബ്രിട്ടീഷുകാർ കൈകടത്താൻ വേണ്ടി തുടങ്ങി അല്ലേ. അതായത് മുതലാളിത്ത രാജ്യങ്ങൾ എങ്ങനെയാണോ കാര്യങ്ങൾ ഉണ്ടാകുന്നത്, സപ്ലൈ ആൻഡ് ഡിമാൻഡ് പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അതിനുവേണ്ടി ഇനീഷ്യൽ എന്താണ് അവർ ആ ഒരു ലാൻഡൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് കൺട്രോൾ കൊണ്ടുവന്നു. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് സ്റ്റേജിലാണ് സംഭവിച്ചത്. സെക്കൻഡ് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ദിസ് വാസ് എ പീരീഡ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ trade and is also termed as a colonialism of free trade during the 19th century 1817 to 1860. ഏതാണ് പറഞ്ഞാൽ 1817 തൊട്ടിട്ട് 1860 വരെയുള്ള കൊളോണിയലിസം ഓഫ് ഫ്രീ ട്രേഡ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന സെക്കൻഡ് സ്റ്റേജ് ആണല്ലേ. ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? മോണോപ്പൊളി ആൻഡ് ഡയറക്റ്റ് അപ്രോപ്രിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ സെക്കൻഡ് സ്റ്റേജ് എന്താണ് വരുന്നത്? കൊളോണിയലിസം ഓഫ് ഫ്രീ ട്രേഡ് എന്ന രീതിയിൽ. ആ ഒരു ഫ്രീ ട്രേഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് ലാൻഡ് സെറ്റിൽമെന്റ് ആക്റ്റും കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലേ. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി became the ruler over the most parts of India. An intense struggle broken out in Britain to determine whose interests the newly acquired
കൊളോണി വുഡ് സെർവ്. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലേ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങോട്ടേക്ക് അയച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷ് ക്രൗണാണ്, ക്യൂനാണ് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. സോ അയക്കുന്ന സമയത്ത് അവരെന്താണ് പറഞ്ഞത്? ഒരു 20 വർഷം കച്ചവടം ചെയ്തിട്ട് വരാം, അതിനുവേണ്ടി ചാർട്ടർ ആക്ടും കാര്യങ്ങളും ഒരു 20 വർഷം പുതുക്കി നൽകിയിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നീട് ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം കൈയാളാൻ വേണ്ടി മനസ്സിലായ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇതെന്താണ്, ഇത് തങ്ങളുടെ കൺട്രോൾ വിട്ടുപോയി, ഇപ്പൊ മുഴുവൻ തീരുമാനിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്, എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ എന്താണ് അധികാരം പിടിച്ചെടുക്കണമെന്ന് ക്യൂനിന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയുകയും അവസാനം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സിപ്പോയി മ്യൂട്ടിനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് പുറത്താക്കിയത് അല്ലേ. സോ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കൊളോണിയലിസം ആരംഭിക്കുന്നത്. ദ അഗ്രേരിയൻ സ്ട്രക്ചർ ഓഫ് ഇന്ത്യ വാസ് sought to be transformed in a capitalist direction through the permanent settlement and റായത്തുവാരി സിസ്റ്റം. പെർമനന്റ് സെറ്റിൽമെന്റ് അങ്ങോട്ട് പറയാനുണ്ട്. അവിടെ എന്താണ്, അവിടെ ഇടനിലക്കാരായിട്ട് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ആ ഒരു രീതിയിലെ കാര്യങ്ങൾ വരുന്നുണ്ട്. റായത്തുവാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ പല രീതിയിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറയും. ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട്സ് ആൻഡ് ദ സെയിൽ ഇൻ ലാൻഡ് ആൻഡ് ഈവൺ മോർ ദ large scale export of bulky raw materials and their gathering at the ports from long distance inside the country required a cheap and easy system of transport and communication. അതായത് മെയിനായിട്ട് നമ്മുടെ ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് കണ്ടിട്ടാണ് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നല്ലേ. സോ ആ റോ മെറ്റീരിയൽസ് പരമാവധി എന്താണ് കയറ്റി അയക്കാൻ വേണ്ടി അവരുടെ രാജ്യത്തേക്കും അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് റോ മെറ്റീരിയൽസ് കയറ്റി അയച്ചിട്ട് അവിടുന്ന് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഒക്കെ ഇന്ത്യയിൽ എന്താണ് അവരന്ന് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദ ഗവൺമെന്റ് therefore improved rivers and canals, encouraged the introduction of steamship on the river and improved the roads. റിവർ ആൻഡ് കനാൽസ് ഒക്കെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് പ്രധാനമായിട്ട് അവരെന്താണ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ബ്രിട്ടനിലേക്ക്, ഇത്രയും ദൂരമുള്ള ബ്രിട്ടനിലേക്ക്, ഏതാണ്ട് 10,000 കിലോമീറ്റർ വരുന്ന ബ്രിട്ടനിലേക്ക് അവർക്ക് എത്തിക്കണം അല്ലേ. ഇന്ന് കാണുന്നത് പോലെ അന്ന് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്? അന്ന് ഷിപ്പ് തന്നെ വേണല്ലേ. സോ ഷിപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് അവർക്ക് കിട്ടുന്നെങ്കിൽ ബീഹാറിൽ നിന്ന് എന്താണ് അവർക്ക് പോർട്ടിലേക്ക് എത്തിക്കേണ്ട നിയറസ്റ്റ് പോർട്ട്. ഫോർ എക്സാമ്പിൾ ഗുജറാത്ത് പോർട്ടാണ് അന്നുണ്ടായിരുന്ന നിയറസ്റ്റ് പോർട്ടെങ്കിൽ ആ ഒരു ബീഹാറിൽ നിന്ന് ഗുജറാത്തിലേക്ക് എത്തിക്കണം അല്ലേ. സോ അതിനെന്താണ് റോഡും കാര്യങ്ങളും ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ അവരന്ന് അതുകൊണ്ട് സെറ്റപ്പ് ചെയ്തിട്ടായിരുന്നു. ഇനി എന്താണ് ചില റിവർ ത്രൂവും അവരെത്തിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത നിയറസ്റ്റ് പോർട്ടിലേക്ക്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കൊളോണിയലിസം ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ സോൾ പർപ്പസ് ഓഫ് ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ വാസ് ടു, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രധാന പർപ്പസ് എന്തായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഓരോന്നായിട്ട് വായിക്കാം. ഇൻക്രീസ് GDP ഓഫ് ഇന്ത്യ. കണ്ണും കൂടി നമുക്ക് പറയാം ഇതെന്താണ് തെറ്റാണെന്ന് പറയാം അല്ലേ. ഒരിക്കലും എന്താണ് ഇന്ത്യയുടെ GDP അതെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വർദ്ധിപ്പിക്കുന്നത് ഒരിക്കലും ആരുടെ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാരുടെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ, ആഭ്യന്തരം എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മോണിറ്ററി വാല്യൂ അല്ലെങ്കിൽ മണി വാല്യൂവിനെയാണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന രീതിയിൽ പറയുന്നത്. എന്താണ് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂവിനെയാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ഇന്ത്യയുടെ GDP വർദ്ധിക്കണമെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ അവിടെയുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഫൈനൽ പ്രൊഡക്റ്റ് നിർമ്മിക്കണം അല്ലേ. ബട്ട് ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത്? ഇന്ത്യ എന്ന റോ മെറ്റീരിയൽസ് കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത് അല്ലേ. സോ കണ്ണും പോയിട്ട് നമുക്ക് പറയാം ഇൻക്രീസ് GDP ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് എന്താണ്? അച്ചീവ് മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു, മോഡേൺ വിദ്യാഭ്യാസമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് അതും വിചാരിച്ചിട്ടാണോ ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലെങ്കിൽ കൊളോണിയൽ റൂൾ നടപ്പിലാക്കിയത്? ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് പിന്നെ മോഡേൺ എഡ്യൂക്കേഷനൊക്കെ നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലേക്ക് ആളുകളെ വേണം അല്ലേ. സോ ബ്രിട്ടൻ ആളുകളെ കൊണ്ടുവരുന്നത് അവർക്ക് എന്താണ് അത്രത്തോളം എഫക്റ്റീവ് അല്ല. സോ ഇന്ത്യയിലെ ആളുകൾക്ക് തന്നെ എന്താണ് വിദ്യാഭ്യാസം, മോഡേൺ വിദ്യാഭ്യാസം, ഇംഗ്ലീഷും കാര്യങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസമൊക്കെ നൽകി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവരെ ജോലിക്ക് എടുക്കാമെന്ന ചിന്ത മാത്രമാണ്. അല്ലാതെ എന്താണ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന്റെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കത്തില്ല. നെക്സ്റ്റ് എന്താണ്? റൂൾ ഇന്ത്യ ഫ്യൂ ഇയേഴ്സ്, വളരെ കുറച്ച് കാലം എന്താണ് ഒരു 10-20 വർഷം ഭരിച്ചിട്ട് തിരിച്ചു പോകും. അതായിരുന്നു ഒബ്ജക്റ്റീവ്.
ഒരിക്കലുമല്ല. പിന്നെന്താണ്? റെഡ്യൂസ് കൺട്രി ടു ബീങ് എ റോ മെറ്റീരിയൽ സപ്ലയർ ഫോർ ഗ്രേറ്റ് ബ്രിട്ടൻ. അതായത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ GDP വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അഥവാ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം, അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്ന ഒരു സപ്ലയർ ആയിട്ട് മാത്രമാണ് ഇന്ത്യയെ കാണുന്നത്. എന്ത് ചെയ്യും? ഇവിടുന്ന് റോ ജൂട്ട്, റോ കോട്ടൺ, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള റോ മെറ്റീരിയൽസും കയറ്റുമതിയായിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും അല്ലേ. എന്നിട്ട് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആവുന്നത് എവിടെയാണ്? ബ്രിട്ടന്റെ വ്യവസായശാലകളിലാണ്. സോ ഫൈനൽ പ്രൊഡക്റ്റ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെയാണ് GDPയിൽ നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ. സോ ഒരിക്കലും ഇന്ത്യയുടെ GDP വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മോഡേൺ എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് വർഷം മാത്രം ഭരിക്കുക എന്ന ലക്ഷ്യമൊന്നുമല്ല അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ്? റെഡ്യൂസ് ദ കൺട്രി ടു ബീങ് എ റോ മെറ്റീരിയൽ സപ്ലയർ ഫോർ ഗ്രേറ്റ് ബ്രിട്ടൻ. ബ്രിട്ടൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാത്രം ഇന്ത്യ കാണുക എന്നതായിരുന്നു അന്ന് അവരുടെ ലക്ഷ്യമുണ്ടായിരുന്നത്. ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യസ് പ്രസന്റ് economy is not just of current making. It has its roots steeped in history, particularly in the period when India was under British rule. Okay, ബ്രിട്ടീഷ് കാലയളവിൽ ഒരുപാട് മാറ്റങ്ങൾ എന്താണ് ഇന്ത്യൻ എക്കണോമിയിൽ വന്നിട്ടുണ്ടല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ എക്കണോമി ഒന്നും അല്ല അന്നുണ്ടായിരുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നത് വളരെ പരിതാപകരമാണ്. ബ്രിട്ടീഷ് റൂൾഡ് ലാസ്റ്റ് ഓൾമോസ്റ്റ് ഫോർ 2 centuries, ഏതാണ്ട് 200-ലധികം വർഷങ്ങൾ. ആലോചിച്ച് നോക്കി നിങ്ങൾ, 1600 കാലഘട്ടങ്ങൾ ഇവർ വന്നു, 1700 കാലഘട്ടങ്ങൾ അധികാരം പിടിച്ചു, എന്നിട്ട് തിരിച്ചു പോകുന്ന 1947 അല്ലേ. അറൗണ്ട് 300 വർഷം, 347ഓളം വർഷങ്ങൾ ഇവർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതിൽ അധികാരം ഏതാണ്ട് 250ഓളം വർഷം അവർ അധികാരത്തിലുണ്ടായിരുന്നു അല്ലേ. ബ്രിട്ടീഷ് rule lasted for almost 2 centuries before finally won its independence on 15th August 1947. The sole purpose of British colonial rule in India was എന്താണ്? Reduce the country to being a raw material supplier for Great Britain's own rapidly expanding modern industrial ബേസ്. അന്ന് പല രാജ്യങ്ങളിലും വ്യവസായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. സോ അവർക്ക് എന്താണ്? ഒരു രാജ്യത്ത് അല്ലെങ്കിൽ എവിടെ ആയിക്കഴിഞ്ഞാലും വ്യവസായം ചെയ്യണമെങ്കിൽ അതിനാവശ്യമുള്ള അസംസ്കൃത വസ്തുക്കൾ വേണമല്ലേ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വസ്ത്രം നിർമ്മിക്കുന്നു, അതിനെന്താണ്? കോട്ടണും കാര്യങ്ങളും നിർബന്ധമായിട്ട് വേണമെങ്കിൽ മാത്രമേ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കൂ അല്ലേ. അല്ലെങ്കിൽ എന്താണ്? നമ്മളിപ്പം ടയറും കാര്യങ്ങൾ നിർമ്മിക്കുന്നു, അതിന് ആവശ്യമുള്ള റബ്ബർ നമുക്ക് ആവശ്യമാണല്ലേ. സോ അതൊക്കെ റോ മെറ്റീരിയൽ എന്ന രീതിയിൽ. അതുപോലെ ബ്രിട്ടനിലും ആ വ്യവസായങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു സപ്ലയർ ആയിട്ട് മാത്രമാണ് ഇന്ത്യയെ കാണുന്നത്. ഒരിക്കലും അത് ഇന്ത്യയുടെ GDP കാണിക്കത്തില്ല. കാരണം എന്താണ്? ഫൈനൽ പ്രൊഡക്റ്റ് നിർമ്മിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലല്ല. പിന്നെന്താണ്? ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കയറ്റി കൊണ്ടുവിട്ട ബ്രിട്ടന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. Natures of Indian economy on the eve of independence were underdeveloped, stagnant, backward and in very bad condition. ഓക്കെ, അതായത് ബ്രിട്ടീഷുകാരെ വിട്ടുപോകുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു, അതുപോലെ മുരടിച്ച രീതിയിലായിരുന്നു, ബാക്ക്വേർഡ് സൊസൈറ്റി ആയിരുന്നു, അത് വളരെ മോശം കണ്ടീഷനിലായിരുന്നു ഇന്ത്യൻ എക്കണോമി ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ ആ ഒരു കാര്യം. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യ ഹാഡ് എൻ ഡാഷ് ബിഫോർ ദ അഡ്വന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നാണ് ചോദ്യം. പരീക്ഷയ്ക്ക് ഇത് പലതവണ SSC ആയാലും RRB ആയാലും അല്ലെങ്കിൽ PSC ആയാലും PSC ഡിഗ്രി ആയാലും എല്ലാ പരീക്ഷകൾക്കും എന്താണ് നമ്മൾ ജാതിമത വ്യത്യാസമില്ല എന്നൊക്കെ പറയുന്ന പോലെ വന്നിട്ടുള്ള ചോദ്യമാണിത്. അതായത് ബ്രിട്ടീഷുകാരെന്താണ് വരുന്നതിന് മുൻപ് ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഡിപ്പെൻഡന്റ് എക്കണോമി, ആശ്രയിച്ചിട്ടുള്ള എക്കണോമി ആയിരുന്നു. അതുപോലെ ഇൻഡിപെൻഡന്റ് എക്കണോമി, ആരെയും ആശ്രയിക്കാതെയുള്ള എക്കണോമി ആയിരുന്നു. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയായിരുന്നു. സോഷ്യലിസ്റ്റ് എക്കണോമി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടല്ലേ. സോ ഇതിലെന്താണ്? ഇതിൽ ക്ലാസിക്കായിട്ട് വരുന്ന ഉത്തരമാണ് ഇൻഡിപെൻഡന്റ് എക്കണോമിയാണ്. മറ്റൊരു രാജ്യത്തെയും എന്താണ് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു നമ്മുടെ ഇന്ത്യ. ബ്രിട്ടീഷുകാർ വന്നു, അവരധികാരം കൈയാളി, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യ അവരെ മാറ്റിയെടുത്തു. ഓക്കെ, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞങ്ങളാണ് കാര്യങ്ങൾ നോക്കുന്ന എന്ന രീതിയിൽ അവർ മാറ്റിയെടുത്തു. ഒരിക്കലും എന്താണ് ക്യാപിറ്റൽ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയങ്ങൾ അന്ന് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവ നമ്മുടെ ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്താണ് ഇവിടെ ക്യാപിറ്റലിസം സോഷ്യലിസം ആശയങ്ങൾ വേണമെന്ന് പറഞ്ഞെങ്കിൽ പോലും എന്താണ് രണ്ടിൻ്റെ ഒരു ബ്ലെൻഡഡ് ഫോമുള്ള മിക്സഡ് എക്കണോമിയിലേക്കാണ് നമ്മുടെ നേതാക്കൾ അന്ന് പോയിട്ടുണ്ടായിരുന്നല്ലേ. സോ ഇന്ത്യ എന്താണ് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞൊരു സ്വതന്ത്ര എക്കണോമി ആയിരുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എക്കണോമി ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം. ഇന്ത്യ ഹാഡ് ആൻ ഇൻഡിപെൻഡന്റ് എക്കണോമി ബിഫോർ ദ അഡ്വന്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വരുന്നതിന് മുൻപ് 1600 1700 കാലഘട്ടത്തിന് മുൻപ്
നമ്മുടെ ഇന്ത്യ എന്താണ് ഒരു സ്വയം പര്യാപ്തത കൈവരിച്ച അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കാത്ത ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. Though agriculture was the main source of livelihood for most people, yet the country's economy was characterized by various kind of manufacturing activities. അന്ന് ഏതാണ്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ 80% ആളുകൾ എന്താണ് അഗ്രികൾച്ചർ മേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നെങ്കിൽ പോലും വളരെ നല്ലൊരു വിഭാഗം ആളുകൾ, അതിൽ തന്നെ എന്താണ് പല വിഭാഗം ആളുകളും നിർമ്മാണ മേഖലയുമായിട്ടും ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഒക്കെ ആയിട്ടും നല്ല രീതിയിലൊരു എക്കണോമി ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. India was particularly well known for its handicraft industries in the field of cotton and silk textiles, metal and precious stones, work etc. So ഇത്തരം രീതിയിലൊക്കെ എന്താണ് ഇന്ത്യ മികച്ച് നിന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ് the aggregate real output during the first half of the 20th century estimated at, അതായത് 20th century എന്ന് പറയുന്ന സമയത്ത് 1900 കാലഘട്ടം അല്ലെ, 1900 കാലഘട്ടം എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിക്കാനുള്ള ഏതാണ്ട് ആ ഒരു സമയമാണല്ലേ. സോ ആ സമയത്ത് അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ടോട്ടലാണ്. നമ്മൾ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ആഡഡ് സം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ടോട്ടൽ ഔട്ട്പുട്ട് എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അന്നുണ്ടായിരുന്ന ഇന്ത്യയുടെ എന്താണ് അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് NCR ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എന്തായിരുന്നു അവസ്ഥ എന്നാണ് ചോദ്യം. മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ വളരെ കുറവാണല്ലേ. ആ കുറഞ്ഞ എമൗണ്ട് എത്രയായിരുന്നു എന്നാണ് നമ്മളൊരു ചോദ്യം വന്നുള്ളത്. ലെസ് ദാൻ 2% ഇയർ ആണോ, മോർ ദാൻ 2% ഇയർ ആണോ, ലെസ് ദാൻ 4% ഇയർ ആണോ? ഇനി ലെസ് അല്ല, ലെസ് അല്ല, ഇത് മോറാണ്. മോർ ദാൻ 4% ഇയർ ആണോ? ഇതിനെന്താണ് വരുന്നത്? ടെക്സ്റ്റ് ബുക്ക് വായിച്ചവർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ലെസ് ദാൻ 2% ഇയർ ആയിരുന്നു ഇന്ത്യയുടെ അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് അല്ലേ. ബ്രിട്ടീഷുകാർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ പല മേഖലയും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരിക്കലും അത് എന്തിൽ കാണിക്കത്തില്ല, ഇന്ത്യയുടെ ഔട്ട്പുട്ടിൽ കാണിക്കത്തില്ലല്ലേ. കാരണം എന്താണ്, ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് പലതും എന്താണ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിട്ട് അതൊക്കെ ബ്രിട്ടൻ്റെ GDP ബ്രിട്ടൻ്റെ ഔട്ട്പുട്ടിലൊക്കെയാണ് കാണിക്കുന്നത്. സോ ഇന്ത്യയുടെ അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് എന്താണ് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പം വളരെ വളരെ കുറഞ്ഞു നിന്നുണ്ടായിരുന്നു. ഒരു സ്റ്റാഗ്നേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. സ്ലോ ഡൗൺ പീരീഡിലായിരുന്നു ഇന്ത്യ 20th സെഞ്ചുറിയുടെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ദ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് വാസ് ഓൾ ടുഗദർ പീരീഡ് ഓഫ് നിയർ സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ സ്ലോ ഡൗൺ. അതൊക്കെ വന്ന ചോദ്യമാണ്. ഷോയിങ് ഓൾമോസ്റ്റ് നോ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓർ ഇൻ ദ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷനിലൊന്നും കാര്യമായുള്ള മാറ്റമില്ല, ഇന്ത്യയിൽ മാറ്റമില്ല എന്നാണ് പറയുന്നത്. അല്ല ബ്രിട്ടീഷുകാർക്ക് നേട്ടമില്ല എന്നല്ല, ബ്രിട്ടീഷുകാർക്ക് ആവശ്യത്തിനുള്ള നേട്ടമുണ്ട്. ബട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാര്യമില്ല അല്ലേ. സോ നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ ആലോചിക്കും, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഒരു തക്കാളി നിങ്ങളുടെ വീട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിൽ 100 കിലോ തക്കാളി എന്താണ് ഓരോ വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്താണ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ വേറെ ഒരാൾ ഇത് നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് 100 കിലോ തക്കാളിയും അവർ നിർബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞ് ബ്ലാക്ക് മെയിലൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണല്ലേ. സോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു വ്യക്തി വാങ്ങുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 10 രൂപയ്ക്കാണ് വാങ്ങുന്നതെങ്കിൽ, 10 രൂപ കിലോ വെച്ചിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 1000 രൂപയാണ് ഒരു വർഷം കിട്ടുക അല്ലേ. 1000 രൂപയാണ് 100 കിലോ തക്കാളിക്ക് ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുക. എന്നിട്ട് എന്താണ് 1000 നിങ്ങൾ നോക്കും, പുറമേ ഒരാൾ നോക്കുന്ന സമയത്ത് ഇവിടെ 100 കിലോ തക്കാളിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് അവിടെ എന്താണ് നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് 10 രൂപയ്ക്ക് വാങ്ങിപ്പിക്കുന്നുണ്ടല്ലേ. സോ നിങ്ങളുടെ അവസ്ഥ എന്താണ്, 10 രൂപയ്ക്ക് തക്കാളി വിറ്റിട്ട് പുറത്ത് മാർക്കറ്റിൽ ചിലപ്പോൾ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങേണ്ടതായിട്ട് വരും അല്ലേ. സോ ആലോചിച്ചേക്കെ, നിങ്ങളുടെ വീട്ടിൽ 100 കിലോ തക്കാളി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിർബന്ധപൂർവ്വം നിങ്ങൾക്ക് എന്താണ് അത് കിലോ 10 രൂപ വെച്ചിട്ട് വിൽക്കേണ്ടതായിട്ട് വരുന്നു. നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ലാഭം 1000 രൂപയാണ്. എന്നാൽ നിങ്ങളുടെ ആവശ്യത്തിന് തക്കാളി പോലും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങളത് മാർക്കറ്റിൽ നിന്ന് 20 രൂപ കൊടുത്ത് ഇരട്ടി പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ട അവസ്ഥയാണല്ലേ. സോ അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. ദ അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് 20th സെഞ്ചുറി എന്താണ് ലെസ് ദാൻ 2% ഇയർ. അന്ന് ബ്രിട്ടൻ്റെ ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വളരെ വളരെ കുറവായിരുന്നു. 2% മാത്രമാണ് ഒരു വർഷം നമുക്ക് ഉണ്ടായിരുന്ന അഗ്രിഗേറ്റ് റിയൽ ഔട്ട്പുട്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചോളൂ. നെക്സ്റ്റ് എന്താണ്, ഇൻഡിവിജ്വൽസ് ഹു അറ്റംപ്റ്റ്സ് ടു മെഷർ നാഷണൽ ഇൻകം ഫോർ ഇന്ത്യ ഇൻക്ലൂഡ്സ്. താഴെ പറയുന്ന ആരൊക്കെയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിൻ്റെ മെഷർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നാണ് ചോദ്യം. ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻ? ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുണ്ടല്ലേ. തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ കാൽക്കുലേഷന് തുടക്കം കുറിച്ച വ്യക്തി കൂടിയാണ് ദാദാഭായ്
നവറോജി എന്ന് പറയുന്നത് അല്ലേ. സോ നെക്സ്റ്റ് എന്താണ്? ഫിൻലെ ഷിറാസ് അവിടെ നിൽക്കട്ടെ. VKRV റാവുവിന് സയന്റിഫിക് മെത്തേഡിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത് ആദ്യത്തെ വ്യക്തിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ നമുക്ക് ഓപ്ഷൻ ഉത്തരം കണ്ടെത്തുന്ന രീതിയിലേക്ക് പോവാം. 1ഉം 3ഉം നമ്മുടെ ഉത്തരമായിട്ടുണ്ട്. ഇനി 1ഉം 3ഉം ഉത്തരമായിട്ടുണ്ട്. ഏതൊക്കെയാണ് 1ഉം 3ഉം വരുന്നത്? ഇവിടെ 1 ഉണ്ട്, ബട്ട് 3 ഇല്ല. ഇവിടെയും 1 ഉണ്ട്, ബട്ട് 3 ഇല്ല. സോ ഇവിടെ എന്താണ്? ഇവിടെ 1ഉം 3ഉം ഉണ്ട്, ഇവിടെ 2ഉം 3 ആണ്. സോ നമുക്ക് എന്താണ് ഇങ്ങനെ ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് പോരാ അല്ലേ. ഇനി അല്ലെങ്കിൽ എന്താണ് സർദാർ വല്ലഭായ് പട്ടേൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ് ഈ പറയുന്ന നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സ്ഥാനം അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹം എന്താണ് നാഷണൽ ഇൻകവുമായിട്ട് ബന്ധപ്പെട്ട് അറിയപ്പെടുന്നില്ല അല്ലേ. സോ എന്താണ് 4 എന്തായാലും റോങ് ആണെന്ന രീതിയിൽ 4 വരുന്നില്ല എന്ന് നമുക്കറിയാം അല്ലേ. സോ 4 വരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടാനും സാധിക്കും. തന്ന ഓപ്ഷൻ പ്രകാരം എന്താണ് നമുക്ക് പെട്ടെന്ന് വെട്ടാൻ വേണ്ടി സാധിക്കും. എക്സാമിന് ഇതുപോലെയാണ് ഓപ്ഷൻ വരുന്നെങ്കിൽ രണ്ട് കാര്യം അറിയുന്നെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം 1, 2, 3 ആണ് ഉത്തരം എന്ന രീതിയിൽ പറയാം അല്ലേ. ദാദാഭായ് നവറോജി, ഫിൻലെ ഷിറാസ്, VKRV റാവു, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേലാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സം ഇൻഡിവിജ്വൽ അറ്റംപ്റ്റ്സ് വിച്ച് വെയർ മെയ്ഡ് ടു മെഷർ സച്ച് നാഷണൽ ഇൻകം ഈഡ് കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് ഇൻകൺസിസ്റ്റന്റ് റിസൾട്ട്. ദേശീയ വരുമാനം ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്തു തുടങ്ങുന്നത് ദാദാഭായ് നവറോജിന്റെ നേതൃത്വത്തിലാണല്ലേ. ബട്ട് ബ്രിട്ടീഷുകാരെന്താണ് അതിനു വേണ്ടി ഒരു സിൻസിയർ അറ്റംപ്റ്റും അതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. നടത്താത്തതിന്റെ കാരണം എന്താണ്? അങ്ങനെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അവർക്ക് എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വരുമാനം നോക്കുന്ന സമയത്ത് എന്താണ് വളരെ കുറഞ്ഞതായിട്ട് കാണിക്കും അല്ലേ. സോ നമ്മൾ ചിന്തിക്കും ഇത്രയും ഇന്ത്യയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്ന രീതിയിൽ ചിന്തിക്കും അല്ലേ. നമ്മുടെ ഔട്ട്പുട്ട് എന്താണ്, നാഷണൽ ഇൻകത്തിൽ എന്താണ്, ഇതൊന്നും വരാത്തെന്ന് ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ. സോ ഇതൊക്കെ എന്താണ് നമ്മൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 100 കിലോ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊക്കെ ചോർന്നു പോകുന്ന ഒരു അവസ്ഥയാണല്ലേ. സോ ചോർന്നു പോവുകയാണ്. എങ്ങോട്ടേക്ക് ചോർന്നു പോകുന്നു? അത് ബ്രിട്ടനിലേക്ക് ചോർന്നു പോകുന്നു. സോ ഈ ഒരു ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ദാദാഭായ് നവറോജി ഒരു സിദ്ധാന്തം കൊണ്ടുവന്നല്ലോ. എന്തായിരുന്നു അത്? ഡ്രെയിൻ തിയറി അല്ലേ. ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തം എന്ന് പറയുന്നൊരു സിദ്ധാന്തം എന്താണ് ദാദാഭായ് നവറോജി പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിലൂടെ നവറോജി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. സോ അതും പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. PSC എനിക്ക് തോന്നുന്നു ഒരു 20-30 തവണ മിനിമം ചോദിച്ച ചോദ്യമാണ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പുസ്തകത്തിന്റെ ഓതർ ആരാണ്, ഡ്രെയിൻ തിയറി പ്രപ്പോസ് ചെയ്ത ആരാണ്, ഇതൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഒരു 30 തവണയിലധികം മിനിമം ചോദിച്ചിട്ടുണ്ട്. സോ അതുകൂടെ ഓർത്ത് വെക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. സോ നമ്മളിപ്പോൾ പറഞ്ഞതാണ് ദാദാഭായ് നവറോജി ഓപ്ഷൻ ഉണ്ടായിരുന്നു. വില്യം ഡിഗ്ബേയുടെ പേരൊന്നും ഓർത്ത് വെച്ച ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഫിൻലെ ഷിറാസിന്റെ പേരുണ്ടായിരുന്നു, VKRVയുടെ പേരുണ്ടായിരുന്നു, അതുപോലെ RC ദേശായിയെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഈ പേരുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇറ്റ് വാസ് VKRV റാവു ഹൂസ് എസ്റ്റിമേറ്റ്സ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ പീരീഡ് വാസ് കൺസിഡർഡ് വെരി സിഗ്നിഫിക്കൻറ്റ്. അല്ലെങ്കിൽ സയന്റിഫിക് മെത്തേഡിലൂടെ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തിയായിട്ട് കൂടെ VKRV റാവുവിനെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ദാദാഭായ് നവറോജി 1800 കാലഘട്ടങ്ങളിൽ ചെയ്തത് എന്താണ് സയന്റിഫിക് മെത്തേഡിലൂടെ ആയിരുന്നില്ല. അദ്ദേഹം വന്ന് ജയിലിലെ മെനു ആണ്. ജയിലിലെ മെനു നോക്കിയിട്ട് ഒരു വ്യക്തിക്ക് എന്താണ് ജയിലിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് അന്നത്തെ മെനുവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എത്ര രൂപ വേണമെന്നൊക്കെ അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. അതൊരിക്കലും സയന്റിഫിക് മെത്തേഡായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. കാരണം എന്താണ് നമ്മുടെ പോപ്പുലേഷൻ ഒരു വിഭാഗം എന്ന് പറയുന്നത് കുട്ടികളാണല്ലേ. കുട്ടികൾ ഒരിക്കലും എന്താണ് ജയിലിൽ വരുന്നുണ്ടായിരുന്നില്ല അന്നത്തെ ആ ഒരു കാലഘട്ടങ്ങൾ. അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ജയിൽ പോപ്പുലേഷൻ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ ഒരു കണക്ക് വെച്ച് നമുക്ക് ഒരിക്കലും എന്താണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഒരു സിൻസിയർ അറ്റംപ്റ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ദാദാഭായ് നവറോജി തന്നെയായിരുന്നു. അതൊരു സയന്റിഫിക് മെത്തേഡിലൂടെ VKRV റാവുവും കൊണ്ടുവന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ദ ഇന്ത്യൻ എക്കണോമി വാസ് മെയിൻലി ഡാഷ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് കാലയളവിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി ഏത് മേഖലയിൽ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു മുന്നോട്ട് പോയതെന്നാണ് ചോദ്യം വരുന്നത്. ഇൻഡസ്ട്രിയൽ, അഗ്രേറിയൻ, മൈനിങ്, ഫിഷറീസ് അല്ലേ. സോ ഇതിന് നമുക്ക് എന്താണ് നമ്മുടെ സെക്ടേഴ്സ് ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് പ്രൈമറി സെക്ടറാണ് അഗ്രേറിയൻ വരുന്നത് അല്ലേ. ഇൻഡസ്ട്രി സെക്ടർ സെക്കൻഡറി വരും. അതുപോലെ മൈനിങ്, ഫിഷറീസ് ഒക്കെ എന്ത് വരും? അതും പ്രൈമറി തന്നെയാണ് വരുന്നത് അല്ലേ. സോ ഈ പറയുന്ന പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ പ്രൈമറിനകത്ത് തന്നെ എന്താണ് എന്ന രീതിയിലാണ് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. സോ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഈ ഒരു ചാപ്റ്റർ ആരംഭിക്കുന്ന അങ്ങനെയാണ്. ഇന്ത്യൻ എക്കണോമി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് വാസ് മെയിൻലി അഗ്രേറിയൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. സോ ഉത്തരം എന്താണ്? അഗ്രേറിയൻ ആണ്. ദ ഇന്ത്യൻ എക്കണോമി വാസ് മെയിൻലി അഗ്രേറിയൻ അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ അല്ലേ. ദ ഇന്ത്യൻ എക്കണോമി വാസ് മെയിൻലി അഗ്രേറിയൻ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ആളുകൾ എന്താണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയെ ഉപജീവന മാർഗമായിട്ട് കണ്ടുകൊണ്ടായിരുന്നു മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അബൌട്ട് 85% 100 പേര് ഇന്ത്യയിലുണ്ടെങ്കിൽ അതിൽ 85 പേരും എന്താണ് ഓഫ് ദ കൺട്രീസ് പീപ്പിൾ ലിവ്ഡ് ഇൻ വില്ലേജസ് ആൻഡ് റിലൈഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ലിവിങ്
ഫോർ ദർ ലിവിങ് ഏത് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, ഒന്നെങ്കിൽ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്താണ് പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ ആളുകൾ എന്താണ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഹൗവർ ഡെസ്പൈറ്റ് ബീങ് ദ ഓക്കുപ്പേഷൻ ഓഫ് സച്ച് എ ലാർജ് പോപ്പുലേഷൻ, the agriculture sector continued to experience stagnation, resulting in extremely low agriculture productivity. അതായത് ബ്രിട്ടീഷുകാർ അന്ന് നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് എന്താണ് അവരുടെ ലാഭം നോക്കിയിട്ട് മാത്രമുണ്ടായിരുന്ന ആ ഒരു കൃഷി രീതിയും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ മൊത്തത്തിലുണ്ടായിരുന്ന കൃഷിയെ മുരടിപ്പ് ആയിട്ട് ബാധിക്കുകയും ഹൗവർ ഡ്യൂ ടു എക്സ്പാൻഷൻ ഓഫ് ടോട്ടൽ ഏരിയ അണ്ടർ കൾട്ടിവേഷൻ ദിസ് സെക്ടർ സോസ് മോഡസ്റ്റ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ ഏരിയാസ് എന്താണ് നമ്മുടെ ഇന്ത്യ ഇത്രയും വലിയൊരു പോപ്പുലേഷൻ ഉള്ള ഇന്നത്തെ എല്ലാം അന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല പോപ്പുലേഷനുള്ള രാജ്യം തന്നെയാണ്. സോ ആ ഒരു രാജ്യത്ത് എന്താണ് ഈ പറയുന്ന അഗ്രികൾച്ചർ മാത്രം അവർക്ക് ആക്ച്വലി എന്താണ് അഗ്രികൾച്ചറിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ലഭിക്കും, അന്നന്ന് വേണ്ട കാര്യങ്ങൾ ലഭിക്കും. ബട്ട് എന്താണ് ഒരു ഭാവിയെ ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അഗ്രികൾച്ചറിലൂടെ അന്നവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എക്സ്ട്രാ വരുമാനം കാര്യങ്ങളല്ലേ, അന്നെന്താണ് അന്നന്ന് ജീവിച്ച് പോകാനുള്ള കാര്യങ്ങൾ മതിയായിരുന്നു. നെക്സ്റ്റ് എന്താണ് ചോദ്യം, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം കാണുമ്പോൾ കറക്റ്റ് ഇൻകറക്റ്റ് എന്ന് കാണുമ്പോൾ ആദ്യം ഇതവിടെ വട്ടൗട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങ് വട്ടൗട്ട് ചെയ്യുക. എന്താണ് ചോദിച്ചത് നിങ്ങളുടെ മനസ്സിൽ വേണം, ചാടിക്കേരി ഉത്തരം എഴുതരുത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണോ ആ രീതിയിൽ എന്താണ് ചോദ്യം എന്ന് കൃത്യമായിട്ട് വായിക്കണം. ഇവിടെ എന്താണ് തന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞല്ലേ. ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്താണ് ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പെർമനന്റ് സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോർഡ് കോൺവാലിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ ഇൻ ദ ഇയർ 1790. 1790 മുതൽ ബംഗാളിലും ബീഹാറിലുമാണ് ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് ഇറ്റ് മെയ്ഡ് ദ ജമീന്ദാർ ഡെപ്പോസിറ്റ്സ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ദ മണി ഇൻ ദ സ്റ്റേറ്റ് ട്രഷറി. ഈ പറഞ്ഞ ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാർസ് എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി, ജമീന്ദാർ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി എന്താണ് സ്റ്റേറ്റ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ് ഇൻ റിട്ടേൺ ജമീന്ദാർസ് വിൽ ഗെറ്റ് നത്തിങ്. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റിൽ എന്താണ് നിങ്ങൾക്ക് ഇൻകറക്റ്റ് ആയിട്ട് തോന്നുന്നത്? ആദ്യം 90 വായിച്ചു വയ്ക്കുക. ആരാണ് പെർമനന്റ് സെറ്റിൽമെന്റ് സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ലോർഡ് കോൺവാലിസ് ആണല്ലേ. കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണ്, ലോർഡ് കോൺവാലിസ് ആണ്. നെക്സ്റ്റ് എന്താണ് 1793 കാലഘട്ടങ്ങളിൽ തന്നെയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് വരുന്നത്. സോ അത് എവിടെയാണ് ഇനീഷ്യലി വന്നത്? ബംഗാളിലും ബീഹാറിലും. സോ ഇത് ശരിയാണ്. ഇറ്റ് മെയ്ഡ് ജമീന്ദാർസ് ഡെപ്പോസിറ്റ് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഇൻ ദ സ്റ്റേറ്റ് ട്രഷറി. ഇനീഷ്യലി എന്താണ് ഈ ജമീന്ദാർസ് ഇടനിലക്കാരായിട്ട് നിൽക്കുന്ന ജമീന്ദാർസ് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി കെട്ടിവയ്ക്കണം, എന്നിട്ട് ആ ഒരു മണി എന്താണ് അവർക്ക് പിരിച്ചടിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ ആ രീതിയിൽ അതും ശരിയാണ്. നാലാമത്തെ എന്താണ് ഇൻ റിട്ടേൺ ജമീന്ദാർസ് വിൽ ഗെറ്റ് നത്തിങ് എന്ന് പറയുന്നുണ്ടല്ലേ. ഗെറ്റ് നത്തിങ് ആണോ? അല്ല. ബ്രിട്ടീഷുകാർ എന്താണ് ജമീന്ദാർസിന് നികുതിയും കാര്യങ്ങളും പിരിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. 11 ഭാഗങ്ങളാക്കിയിട്ട് അതിലൊരു ഭാഗം അവർക്ക് കിട്ടും. നത്തിങ് എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. സോ അവിടെ എന്താണ് ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവർ കൂടുതൽ പ്രഷ്യസ് കൃഷിക്കാർക്ക് കൊടുക്കും അല്ലേ. സോ ഇവിടെ പറഞ്ഞു 11 ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഭാഗം ബ്രിട്ടീഷുകാർ കൊണ്ടുപോകും, ഒരു ഭാഗം എന്താണ് ഈ ഒരു ജമീന്ദാർസും കൊണ്ടുപോകും അല്ലേ. സോ സപ്പോസ് 1000 രൂപയാണ് പിരിച്ചു കിട്ടുന്നെങ്കിൽ അവിടെ അറൗണ്ട് എന്താണ് അതിൻ്റെ 950 ഭാഗത്തോളം അല്ലെങ്കിൽ 990 ഭാഗത്തോളം എന്താണ് ബ്രിട്ടീഷുകാരുണ്ട്. ഒരു 10 ഭാഗം എന്താണ് ഇവർക്ക് കിട്ടും അല്ലേ. സോ അവിടെ എന്ത് ചെയ്യും? 1000 0 കൂടി ഇട്ടിട്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കില്ല. 1000 എന്നുള്ളത് 10,000 ആക്കാൻ വേണ്ടിയിട്ട് എല്ല് മുറിയ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ജമീന്ദാർ ശ്രമിക്കുക. അതിലൂടെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് ഒരു 90,000 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു 1000 അല്ലെങ്കിൽ 500 തൊട്ട് 1000 വരെ ഇവർക്ക് ലാഭമായിട്ട് കിട്ടും അല്ലേ. സോ ഇവിടെ എന്താണ് ഇൻ റിട്ടേൺസ് ജമീന്ദാർസ് വിൽ ഗെറ്റ് നത്തിങ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലേ. ഓൺലി 4 എന്താണ് തെറ്റാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ഇവിടെ ഉത്തരം എന്താണ് ഓൺലി 4 ആണ്. ജമീന്ദാർസിന് എന്താണ് കിട്ടുന്നുണ്ട്, ജമീന്ദാർസിന് ലാഭമൊക്കെ അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതിന്റെ ഡീറ്റെയിൽസ്. ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ ഇൻ 1790. 1793 ബംഗാളിലും ബീഹാറിലുമായിട്ടാണ് ലോർഡ് കോൺവാലിസ് എന്താണ് പെർമനന്റ് സെറ്റിൽമെന്റ് സമ്പ്രദായം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എവിടെയൊക്കെയാണ് 1791 വർഷമൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ബംഗാള് ബീഹാറിലായിട്ട് പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ആര് കൊണ്ടുവന്നു? ലോർഡ് കോൺവാലിസ് കൊണ്ടുപോയി. ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഒരു മാർക്കിന് സിമ്പിൾ ചോദ്യം വരാം. ഇറ്റ് മെയ്ഡ് ദ ലാൻഡ് ലോഡ്സ് ഓർ ജമീന്ദാർസ് ഡെപ്പോസിറ്റ് ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഇൻ ദ സ്റ്റേറ്റ് ട്രഷറി. അവരെന്താണ് സ്റ്റേറ്റ് ട്രഷറിയിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി ഇനീഷ്യലി കെട്ടിവെക്കണം. അത് പിന്നീട് എന്താണ് അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് പിരിച്ചെടുക്കാം.
ഇനി സപ്പോസ് എന്താണ് വിചാരിച്ച ലാഭം അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അവരെ പുറത്താക്കുകയും ചെയ്യും അല്ലേ. ഇൻ റിട്ടേൺ ദേ വർ റെക്കഗ്നൈസ്ഡ് ഹെറിഡിറ്ററി ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഇങ്ങനെ പൈസ കെട്ടിവെച്ചാൽ എന്താണ് അവർക്കൊരു ഭൂമി പതിച്ചിരിക്കും. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കാണ് വരുന്നത്, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിൽ ഇത്ര പങ്ക് ഞങ്ങൾക്ക് തരണം, അത് ഫിക്സഡ് ആണ്, ബാക്കി നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ ലാഭം ഉണ്ടായിരിക്കും എന്ന രീതിയിൽ പറയുകയും ചെയ്യല്ലേ. ദ എമൗണ്ട് ഓഫ് റവന്യൂ ടു ബി പെയ്ഡ് ടു ദ കമ്പനി വാസ് ഫിക്സഡ്. കമ്പനിക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഫിക്സഡ് ആണ്. അതായത് 11 ഭാഗം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 10 ഭാഗം മാത്രം കമ്പനിക്ക് നൽകിയാൽ മതി. അത് എത്രയാണ് നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 110 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 100 എന്താണ് 100 കമ്പനിക്ക് കൊടുക്കണം, ബാക്കി 10 എടുക്കാമെന്ന രീതിയിൽ. അതിപ്പോൾ എന്താണ് 1100 കിട്ടിക്കഴിഞ്ഞാൽ 1000 കമ്പനിക്ക് കൊടുത്താൽ മതി, ഒരു 100 എന്താണ് തിരിച്ച് ഇവരൊക്കെ എടുക്കാം അല്ലേ. ഫിക്സഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം മെയ്ഡ് ദ ബ്രിട്ടീഷ് ഫിനാൻഷ്യലി സെക്യൂർ. അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് എന്താണോ പണിയെടുക്കാതെ മേലണങ്ങാതെ എന്താണ് ഈ ഒരു കാര്യം കിട്ടും അല്ലേ. നൗ ദേ ന്യൂ ഇൻ അഡ്വാൻസ് ആസ് ടു ഹൗ മച്ച് റവന്യൂ വാസ് കമ്മിങ് ഇൻ ദ ഫ്രം ദ സ്റ്റേറ്റ്. അതായത് ഓരോ സ്റ്റേറ്റിൽ നിന്നും എത്ര റവന്യൂ വരുന്നു, അതിൽ എത്ര ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണമെന്നും അതിൽ തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എത്രത്തോളം അതിലെന്താണ് അവരെ ഫോഴ്സ് ചെയ്യണമെന്നൊക്കെ ജമീന്ദാർസിന് മനസ്സിലായി. ദ ജമീന്ദാർസ് ഓൾസോ ന്യൂ ഹൗ മച്ച് റവന്യൂ വാസ് ടു ബി പെയ്ഡ്. ഓൾറെഡി ഇനീഷ്യലി അവർക്ക് അറിയാമായിരുന്നു. സോ ടു ഗെറ്റ് സർപ്ലസ് റവന്യൂ ഫോർ ദംസെൽഫ് ദേ ആസ്ക്ഡ് ദ പെർസെന്റ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. സോ ഈ പറയുന്ന അതുവരെ 1000 രൂപയുടെ പ്രൊഡക്ഷൻ മാത്രം ഉണ്ടാക്കിയിട്ടായിരുന്ന പെർസൻസിന് എന്താണ് അവരോട് 2000 രൂപയുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ അതിലൂടെ എന്താണ് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാം, തങ്ങളുടെ ലാഭം ഇരട്ടിയാക്കാം ചെയ്യാമെന്നൊരു ചിന്ത ജമീന്ദാർസിന് വന്നു. ബട്ട് ഇഫ് ജമീന്ദാർസ് ഫെയിൽ ടു പേ ദ ഫിക്സഡ് റവന്യൂ ഓൺ ദ ടൈം ലാൻഡ് വാസ് സോൾഡ് ഓഫ് ടു അനദർ ജമീന്ദാർ. ഇത്തരത്തിൽ എന്താണ് ഫിക്സഡ് റവന്യൂ ഇത്ര ഈ പറയുന്ന എമൗണ്ട് മിനിമം ഒരു എമൗണ്ട് പറയും, ആ ഒരു എമൗണ്ടിന്റെ 10 ഭാഗമാണ് കൊടുക്കേണ്ടത്. ആ ഒരു ഭാഗം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ജമീന്ദാർസിനെ പുറത്താക്കിയിട്ട് പുതിയ ജമീന്ദാർസിനെ അധികാരത്തിൽ കൊണ്ടുവരും. സോ അതുകൊണ്ട് ജമീന്ദാർസ് എന്താണ് അവർക്ക് എപ്പോഴും പ്രഷറായിരുന്നു അല്ലേ, കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പ്രഷറായിരുന്നു. ദ ബ്രിട്ടീഷ് സ്റ്റുഡ് ടു ബെനിഫിറ്റ് ഫ്രം ദിസ് സെറ്റിൽമെന്റ് ആസ് ദ ന്യൂ ക്ലാസ് ഓഫ് ജമീന്ദാർസ് ദാറ്റ് എമേർജ്ഡ് ബിക്കം ദ പൊളിറ്റിക്കൽ അലൈസ്. ഇങ്ങനെ പുതിയ ജമീന്ദാർസ് വരുമ്പോൾ എന്താണ് ബ്രിട്ടീഷുകാരെ സ്വാധീനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജമീന്ദാർസും ശ്രമിക്കും. ദേ സപ്പോർട്ടഡ് ദ ബ്രിട്ടൻ ഇൻ ടൈം ഓഫ് നീഡ് ആൻഡ് ആക്ടഡ് ആസ് എ ബഫർ ബിറ്റ്വീൻ ദം ആൻഡ് ദ പേഴ്സൺ. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഹൈറാർക്കി വെച്ച് നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അതുപോലെ പേഴ്സൺസിനും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ജമീന്ദാർസ് മാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് ദ റയത്വാരി സെറ്റിൽമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് 19th century ഇൻ മെനി പാർട്ട് ഓഫ് ദേശ്. അതായത് പെർമനന്റ് സെറ്റിൽമെന്റ് പറഞ്ഞു അല്ലേ, അത് കഴിഞ്ഞിട്ട് റയത്വാരി സെറ്റിൽമെന്റ് വന്നു, 19th century വന്നതാണ്. ഇത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന രീതിയിലാണ് ചോദ്യം വന്നത്. നമ്മൾ നേരത്തെ ബംഗാൾ ആൻഡ് ബീഹാർ ഇവിടെ പറഞ്ഞു അല്ലേ. സോ ബംഗാൾ ആൻഡ് ബീഹാർ എവിടെയാണ്, ഏതൊക്കെ പ്രസിഡൻസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്? ബംഗാൾ ആൻഡ് ബീഹാർ പ്രസിഡൻസിൽ നമ്മൾ പറഞ്ഞ പെർമനന്റ് സെറ്റിൽമെന്റ് ആണല്ലേ. സോ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസിലാണ് റയത്വാരി സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ബംഗാൾ ആൻഡ് ബീഹാർ നമ്മൾ ആദ്യം തന്നെ വെട്ടിയായിരുന്നു, നമുക്ക് അറിയുന്നതുകൊണ്ട് അത് നമ്മൾ വെട്ടി. പിന്നെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസും ബംഗാൾ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് ഉണ്ട്, അതുപോലെ ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി ഉണ്ട്. അതിൽ ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസിലാണ് റയത്വാരി സെറ്റിൽമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. റയത്വാരി സെറ്റിൽമെന്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് 19th century ഇൻ മെനി പാർട്ട് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി. ഏതൊക്കെ പ്രവിശ്യയിലാണ്? ബോംബെ പ്രസിഡൻസിയും അതുപോലെ മദ്രാസ് പ്രസിഡൻസിയിലുമാണ് റയത്വാരി സിസ്റ്റം 19th century ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഹിയർ ദ ലാൻഡ് റവന്യൂ വാസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ദ റയോത്ത്, ദ ഇൻഡിവിജ്വൽ കൾട്ടിവേറ്റേഴ്സ് ഹു ആക്ച്വലി വർക്ക്ഡ് ഓൺ ദ ലാൻഡ്. ജമീന്ദാർസിനെ ഇടനിലക്കാരായിട്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുകയും ജമീന്ദാർസിനെ എടുത്തു മാറ്റിയിട്ട് ആരാണോ അവിടെ കൃഷി ചെയ്യുന്നത് ആ ഒരു പെസൻസിന് എന്താണ് പെർസൺസ് തന്നെ ലാൻഡ് ഓണേഴ്സ് ആയിട്ട് കൊണ്ടുവരികയും ചെയ്തു അല്ലേ. എന്ന് കരുതിയിട്ട് നികുതിയിൽ കുറവൊന്നും വരുത്തിയിട്ടില്ല, നികുതി മുന്നേ കൊടുത്തതിലും നികുതി കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സോ എന്താണ് റയത്വാരിയിൽ എന്താണ് ആരാണോ പെസൻസ് അല്ലെങ്കിൽ ആരാണോ കൃഷി ചെയ്യുന്ന അവരെ എന്താണ് ലാൻഡ് ഓണേഴ്സ് ആയിട്ട് കൊണ്ടുവന്നു അല്ലേ. ദ പെസൻസ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ആസ് ലോങ് ആസ് ഹി വാസ് ഏബിൾ ടു പേ ദ റവന്യൂ ബട്ട് ദ എക്സ്പ്ലോയിറ്റേഷൻ കണ്ടിന്യൂ വിത്ത് ഹയർ റവന്യൂ ഡിമാൻഡ്സ്. നേരത്തെ ജമീന്ദാർസിനെ പറഞ്ഞതുപോലെ ജമീന്ദാർസിന് പിരിച്ചു കൊടുക്കാൻ അവർ പറയുന്ന ബ്രിട്ടീഷുകാർ പറയുന്ന എമൗണ്ട് പിരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന കാലം വരെ ആ ഒരു ജമീന്ദാർ എന്താണ് ആ ഒരു ഭൂമിയുടെ ഉടമയായിട്ട് പറയുന്നുണ്ടായിരുന്നു അല്ലേ. സോ ജമീന്ദാർസ് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി എടുത്തു മാറ്റുകയും പേഴ്സൺസിന് ഡയറക്റ്റ്ലി എന്താണ് അധികാരം കൊടുക്കുകയും അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എത്ര കാലത്തോളം ഞങ്ങൾക്ക് പറയുന്ന ടാക്സ് തരാൻ വേണ്ടി സാധിക്കുന്നു അത്രയും കാലം നിങ്ങളായിരിക്കും ഉടമകൾ എന്ന് പറഞ്ഞു. ഇനി സപ്പോസ് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ അവർ ഒഴിവാക്കിയിട്ട് പുതിയ ഉടമകളെ കൊണ്ടുവരും. അതായിരുന്നു കാര്യമുണ്ടായിരുന്നത്. നെക്സ്റ്റ് ചോദ്യം എന്താണ്? ഡ്യൂറിംഗ് കൊളോണിയൽ പീരീഡ് ബ്രിട്ടീഷ് യൂസ്ഡ് ഡാഷ് ടു ബാലൻസ് ട്രേഡ് ഓഫ് ചൈനീസ് സീ വിത്ത് ബ്രിട്ടൻ ഇൻ ലേറ്റീസ് ഫേവർ. അതായത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും എന്താണ് ബ്രിട്ടീഷിന്റെ അധികാര പരിധിയിൽ ഉണ്ടായിരുന്നു അല്ലേ. സോ അത്തരത്തിൽ എന്താണ് അന്ന് പല ട്രേഡും കാര്യങ്ങളും ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചൈനീസ് ടീയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ട്രേഡ്
നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന ഒരു ട്രേഡാണ് ചൈനീസ് ടീ എന്ന് പറയുന്ന ആ ഒരു ട്രേഡ്. സോ ആ ഒരു ട്രേഡിന് എന്താണ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കണ്ടുവച്ച കാര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റ് എന്തായിരുന്നു ബ്രിട്ടന്റെ ഫേവറിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഈ ഒരു ചൈനീസ് ടീയുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും ലാഭം അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടുവച്ച പ്രൊഡക്റ്റ് എന്തായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ആസാം ടീ ആണോ, ഇന്ത്യൻ ഒപ്പിയമാണോ, ഇൻഡിഗോ ആണോ, കോട്ടൺ ആണോ എന്നാണ് ചോദ്യം. അവരെന്താണ് ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യൻ ഒപ്പിയമാണ് അവരെന്താണ് അന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്ന കാര്യം അല്ലേ. ഡ്യൂരിങ് കൊളോണിയൽ പീരീഡ് ബ്രിട്ടീഷ് വേസ് യൂസ്ഡ് ഒപ്പിയം അല്ലെങ്കിൽ ഇന്ത്യൻ ഒപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പാണ് ടു ബാലൻസ് ദ ട്രേഡ് ഓഫ് ചൈനീസ് ടീ വിത്ത് ബ്രിട്ടൻ ഇൻ ദ ലേറ്റസ്റ്റ് ഫേവർ. സോ ഇന്ത്യൻ ഒപ്പിയമാണ് അവർ കണ്ടുവച്ചത് അല്ലേ. അനദർ മേജർ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസീസ് ഇൻ ഇന്ത്യ വാസ് ടു ഇൻട്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. അവരെന്താണ് ഈ ഒരു ഫുഡ് ക്രോപ്സ് മാറ്റിയിട്ട് അവർക്ക് ലാഭമുണ്ടാകുന്ന കൊമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് മാറിപ്പോവുകയും ടീ, കോഫി, ഇൻഡിഗോ, ഒപ്പിയം, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്, ഈ 8 കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്നതായിട്ട് പഠിച്ചു വെക്കണം. സോ ഈ ഒരു കൊമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് അവർ മാറി ചിന്തിച്ചു അല്ലെ. ഫുഡ് ക്രോപ്സ് ജനങ്ങൾക്ക് ഉപകാരം, ഇന്ത്യക്കാർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. സോ ടീ, കോഫി, ഇൻഡിഗോ, ഒപ്പിയം, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, ഓയിൽ സീഡ്, ഈ ഒരു 8 കൊമേഴ്ഷ്യൽ ക്രോപ്സിലേക്ക് അവർ മാറി. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ക്രോപ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ഡിഫറെൻറ്റ് ഇന്റൻഷൻ. ഓരോന്നിനും ഓരോ ഇന്റൻഷൻ ആണല്ലേ. സോ അതിൽ ഇന്ത്യൻ ഒപ്പിയം എന്തിനാണ്, ചൈനീസ് ടീ എന്താണ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ. ഇന്ത്യൻ ഒപ്പിയം വാസ് യൂസ്ഡ് ടു ബാലൻസ് ദ ട്രേഡ് ഓഫ് ചൈനീസ് സീ വിത്ത് ബ്രിട്ടൻ ഇൻ ദ ലേറ്റസ്റ്റ് ഫേവർ. ബ്രിട്ടന്റെ ഫേവറിൽ എന്താണ് ഇന്ത്യൻ ഒപ്പിയം ചൈനീസ് ടീയെ ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ദ മാർക്കറ്റ് ഫോർ ഒപ്പിയം വാസ് സ്ട്രിക്ട്ലി കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് വിച്ച് ഡിഡ് നോട്ട് ലീവ് മച്ച് സ്കോപ്പ് ഫോർ ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സ് ടു റീപ്പ് പ്രോഫിറ്റ്. അതെന്താണ് ഈ ഒപ്പിയം മാർക്കറ്റ് ഫുൾ കൺട്രോൾ ചെയ്ത ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രൊഡ്യൂസേഴ്സിന് കാര്യമായിട്ടുള്ള ലാഭം ഉണ്ടാകാൻ വേണ്ടി പറ്റില്ല. ബ്രിട്ടീഷുകാർ പറയുന്ന ലാഭം മാത്രമേ അവർക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ റീസൺ ദാറ്റ്സ് ലീഡ് ദ ഫാമേഴ്സ് ആർ റിലക്റ്റന്റ് ടു ഗ്രോ ഇൻഡിഗോ ക്രോപ്പ് ഓൺ ദർ ലാൻഡ്സ്. താഴെ പറഞ്ഞ 4 ഓപ്ഷനിൽ എന്ത് കാരണമാണ് ഇൻഡിഗോ എന്ന് പറയുമ്പോൾ നീലമാണല്ലേ. ഇൻഡിഗോ എന്താണ്, ഇൻഡിഗോ ക്രോപ്സ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ ഇൻഡിഗോ കൃഷിക്കാരെന്താണ് മടിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് ചോദ്യം. അല്ലെങ്കിൽ നോർമൽ ഫാമേഴ്സ് അവരെന്താണ് ഇൻഡിഗോ ഫാമേഴ്സ് അല്ലാതെ നോർമൽ ഫുഡ് ക്രോപ്സ് ഒക്കെ ചെയ്യുന്ന ആളുകളെ കൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ ക്രോപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് നിർബന്ധിച്ചെങ്കിൽ പോലും അവർ പിന്നോട്ടടിച്ച അല്ലെങ്കിൽ അവരെന്താണ് ഒന്ന് താല്പര്യം കാണിക്കാതിരുന്ന പ്രധാനപ്പെട്ട റീസൺ എന്തുകൊണ്ടാണ് ഇൻഡിഗോ ക്രോപ്സ് അവരെന്താണ് ലാഭം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് കൂടെ എന്താണ് കാര്യമായിട്ട് അത് വളർത്താൻ വേണ്ടി താല്പര്യപ്പെടാതിരുന്നത് എന്നാണ് ചോദ്യം. ഓരോന്നായിട്ട് നമുക്ക് ഓപ്ഷൻ നോക്കാം. ലോ പ്രൊട്ടക്ടിവിറ്റി, ഒരിക്കലും ലോ പ്രൊട്ടക്ടിവിറ്റി എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ലേ. കൃത്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിയിൽ പ്രൊട്ടക്ഷനും ലാഭമൊക്കെ കിട്ടുന്നൊരു കാര്യമാണ് നീലം. സോ അവിടെ എന്താണ് ഈ നമ്മുടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഓക്കെ, ഉത്തരമല്ലാത്തതുകൊണ്ട് നമുക്ക് വെട്ടാം അല്ലേ. ഉത്തരമായിട്ട് നമുക്കിത് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ലോ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ കാര്യമല്ല. നെക്സ്റ്റ് എന്താണ് ലാക്ക് ഓഫ് ടെക്നോളജീസ്, ആവശ്യത്തിനുള്ള ടെക്നോളജിയും കാര്യങ്ങൾ എന്താണ് ബ്രിട്ടീഷുകാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് കരുതി എല്ലാ ഭാഗത്തിനുമല്ല എല്ലാ വിഭാഗത്തിനുള്ള ടെക്നോളജിയുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ് കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ലെഫ്റ്റ് ദ ലാൻഡ് ഇൻഫെർട്ടൈൽ ഫോർ സം ഇയർ. അത് അവിടെ നിൽക്കട്ടെ. അൺനോൺ ഫാമിംഗ് മെത്തേഡ്, എന്താണ് അൺനോൺ ഫാമിംഗ് മെത്തേഡും അല്ലേ. കൃത്യമുള്ള ഫാമിംഗ് മെത്തേഡ് ഒക്കെ അറിയാം, എന്നിട്ടും എന്തുകൊണ്ട് ഇൻഡിഗോ ക്രോപ്സ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ലെഫ്റ്റ് ദ ലാൻഡ് ഇൻഫെർട്ടൈൽ ഫോർ സം ഇയേഴ്സ്. ഈ പറയുന്ന നീലം അവിടെ വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം അവർക്ക് എന്താണ് ആ ഒരു ലാൻഡിൽ പ്രത്യേകിച്ച് ഒന്നും വളരത്തില്ല. അതുകൊണ്ട് അവർക്ക് എന്താണ് അവരുടെ ഫുഡ് ക്രോപ്സോ കാര്യങ്ങളോ ഒന്നും വളർത്താൻ വേണ്ടി സാധിക്കത്തില്ല, അവർ പട്ടിണിയാവും അല്ലേ. സോ അതുകൊണ്ടാണ് ആളുകൾ എന്താണ് ഈ ഒരു ഇൻഡിഗോ കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി മടിച്ചിട്ടുണ്ടായിരുന്നത്. സോ കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ലെഫ്റ്റ് ദ ലാൻഡ് ഇൻഫെർട്ടൈൽ ഫോർ സം ഇയർ. Indians were forced to produce indigo and sell it on the condition dictated by Britishers. അതായത് ഇന്ത്യക്കാർ എന്താണ് ഇൻഡിഗോ നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരായിരുന്നു. ഇതിനെതിരായിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഗീതാ സത്യാഗ്രഹം അതുപോലെ തന്നെ ആ ഒരു ചമ്പാരണം കാര്യങ്ങളിലൊക്കെ വരുന്നത് അല്ലേ. സോ ഈ ഒരു നീലം കർഷകർക്ക് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധിയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ അവരെന്താണ് ലാഭം കിട്ടിയെന്ന് മനസ്സിലാക്കിയിട്ട് ബ്രിട്ടീഷുകാരെന്താണ് കൂടുതൽ ഇൻഡിഗോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കർഷകരെ നിർബന്ധിക്കുകയും ചെയ്തു. ഇൻഡിഗോ വാസ് സെൻറ്റ് ടു ഇംഗ്ലണ്ട്. എന്നിട്ട് എന്താണ് ഇന്ത്യയിലാണോ അല്ല ഇംഗ്ലണ്ട് സെൻറ്റ് ചെയ്യുന്നു. ആൻഡ് യൂസ്ഡ് ആസ് എ ഡൈയിങ് ഏജന്റ് ഫോർ ക്ലോത്ത് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടീഷ് ടൗൺ. ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോട്ടൺ ക്ലോത്തൊക്കെ ഉണ്ടാവില്ല, അതിൽ ഡൈയിങ് ഏജന്റായിട്ട് നിറം നൽകാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ്
അവർ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോ കൂടുതൽ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡൈയിങ് ഏജന്റ് ആയിട്ട് ഇൻഡിഗോ വേണം അല്ലേ. സോ അങ്ങനെ കൂടുതൽ ഇന്ത്യയിൽ എന്താണ് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഫാമേഴ്സിന് അവർ നിർബന്ധിച്ചു. ഇൻഡിഗോ വാസ് ഗ്രോൺ അണ്ടർ എ ഡിഫറെന്റ് സിസ്റ്റം വെർ ഓൾ ഫാമേഴ്സ് വെർ കമ്പയർഡ് ടു ഗ്രോ ഇറ്റ് ഓൺ 3/20th പാർട്ട് ഓഫ് ദ ലാൻഡ്. അവർക്ക് 20 ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിൽ 3 ഏക്കർ ഭൂമിയിലെങ്കിലും മിനിമം എന്താണ് ഇൻഡിഗോ ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. സോ ഇൻഡിഗോ ചെയ്യുന്നതല്ല, ഇൻഡിഗോ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് വർഷത്തേക്ക് എന്താണ് ആ ഒരു ഭൂമിയിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അവർക്ക് ഭക്ഷണം പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണ്. അൺഫോർച്ചുനേറ്റ്ലി കൾട്ടിവേഷൻ ഓഫ് ഇൻഡിഗോ ലെഫ്റ്റ് ദ ലാൻഡ് ഇൻഫെർട്ടൈൽ ഫോർ സം ഇയേഴ്സ്. ദിസ് മെയ്ഡ് ഫാമേഴ്സ് റിലക്റ്റന്റ് ടു ഗ്രോ ഇറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ് ഫാമേഴ്സ് അത് വളർത്താൻ വേണ്ടി മടിക്കുകയും ചെയ്തു അല്ലേ. സോ ആ രീതിയിൽ കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്, ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് ജൂട്ട് മിൽസ് ഡൊമിനേറ്റഡ് ബൈ ഫോറിനേഴ്സ് വെർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ. അതായത് ഈ ഒരു ജൂട്ട് മിൽസ് ഇന്ത്യക്കാർ നടത്തുന്ന ജൂട്ട് മിൽസും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നടത്തുന്ന ജൂട്ട് മിൽസ് എന്ന രീതിയിൽ ഉണ്ടായിരുന്നു അല്ലേ. അതിൽ ഫോറിനേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ നടത്തുന്ന ജൂട്ട് മിൽസ് പ്രധാനമായിട്ടും ഏത് ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. മഹാരാഷ്ട്രയിലാണോ, ഗുജറാത്തിലാണോ, ഇനി മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിലാണോ, ഇനി ബംഗാളിലാണോ? ഓക്കെ, ഞാൻ ഇവിടെ തന്ന ഓപ്ഷനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, സോ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിലാണോ അല്ലെങ്കിൽ എന്താണ് ബംഗാളിലാണോ എന്ന രീതിയിലാണ് ചോദ്യം വന്നത് അല്ലേ. ബട്ട് എന്താണ് ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഉത്തരം എന്താണ്, ബംഗാളാണ് വരുന്നത്. ഓൺലി 4 ആണ്. ബംഗാളിലാണ് ഫോറിനേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്ന ജൂട്ട് മില്ല് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എന്താണ് ഇന്ത്യക്കാരുടെ അധീനതയുള്ള ജൂട്ട് മിൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡ്യൂറിംഗ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century മോഡേൺ ഇൻഡസ്ട്രി ബിഗാൻ ടു ടേക്ക് റൂട്ട് ഇൻ ഇന്ത്യ ബട്ട് ഇറ്റ്സ് പ്രോഗ്രസ് റിമെയിൻഡ് വെരി സ്ലോ. 1900 കാലഘട്ടങ്ങളിൽ എന്താണ് മോഡേൺ ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ വന്നു അല്ലേ. ബട്ട് വളരെ സ്ലോ ആയിട്ടാണ് അതിൻ്റെ വളർച്ചയുണ്ടായിരുന്നത്. ഇനീഷ്യലി ദിസ് ഡെവലപ്മെന്റ് വാസ് കൺഫൈൻഡ് ടു ദ സെറ്റിംഗ് ഓഫ് കോട്ടൺ ആൻഡ് ജൂട്ട് മിൽസ്. ഇനീഷ്യലി എന്താണ് മോഡേൺ ഇൻഡസ്ട്രീസ് വന്നത് കോട്ടണിലും ജൂട്ടിലും മാത്രമായിട്ടും ടെക്സ്റ്റൈൽ മിൽസിലും മാത്രമായിട്ട് നിന്നു. ടെക്സ്റ്റൈൽ മിൽ ഫോർ കോട്ടൺ ആൻഡ് ജൂട്ട് വെയർ mostly located in Maharashtra and Gujarat in the western half of the country, mainly dominated by Indian. ഈ പറയുന്ന മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുള്ള ജൂട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ മിൽസ് എന്താണ് അതിൽ കൈകാര്യം ചെയ്ത നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു, ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റുകളായിരുന്നു. while the jute mill dominated by the foreigners were mainly concentrated in ബംഗാളാണ് അല്ലേ. സോ ഇവിടെ ചോദ്യം എന്താണ്, ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ചോദ്യം വന്നത്, ഫോറിനേഴ്സിൻ്റെയാണ് കാര്യം വന്നത്. നെക്സ്റ്റ് എന്താണ്, ദ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എന്ന് പറയും ഫൗണ്ടഡ് ഇൻ ഡാഷ് വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനീസ് ടു എമേർജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ടിസ്കോ അല്ലേ. അത് ഏത് വർഷം വന്നു എന്നാണ് ചോദ്യം. ഇത് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. 1900-ലാണോ, 1904-ലാണോ, 1907-ലാണോ, 1914-ലാണോ? നിസ്സംശയം പറയാം 1907-ലാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നുകൊണ്ട് നിങ്ങളൊക്കെ നോട്ട് ചെയ്യണം. 1907-ലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി അഥവാ ടിസ്കോ എന്താണ് ഇന്ത്യയിൽ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയായിട്ട് ഉയർന്നു വരുന്നത് അല്ലേ. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്, ബ്രിട്ടീഷ് അലോഡ് ഇന്ത്യ ടു ട്രേഡ് വിത്ത് ഫ്യൂ അതർ കൺട്രീസ് സച്ചസ്. അതായത് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു രാജ്യങ്ങൾ ട്രേഡും കാര്യങ്ങളും തീരുമാനിക്കുന്നത് അല്ലേ. സോ ബ്രിട്ടീഷുകാരെന്നും പറയുമ്പോൾ അവരുടെ ട്രേഡ് ആരുമായിട്ട് മാത്രമാണ്, അവരുടെ രാജ്യമായുള്ള ബ്രിട്ടനുമായിട്ട് മാത്രമാണ്. അല്ലാതെ ബ്രിട്ടൻ അല്ലാതെ ചില രാജ്യങ്ങളോടൊരു സോഫ്റ്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ അവരുടെ കോളനിയുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളോട് എന്താണ് ട്രേഡ് നടത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു. സോ താഴെ പറഞ്ഞ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ട്രേഡ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ചൈന, ഫ്രാൻസ്, ശ്രീലങ്ക, പേർഷ്യ. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ അന്നത്തെ സിലോൺ ആണല്ലേ, ശ്രീലങ്ക അല്ലെങ്കിൽ സിലോൺ. സോ അവിടെ തന്നെയുണ്ട് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തകാരാണ്. ശ്രീലങ്കയും അതുപോലെ പേർഷ്യമാണ്. 3 and 4 ആണ് വരുന്നത് അല്ലേ. ആ ശ്രീലങ്ക അതുപോലെ പേർഷ്യ അതുപോലെ എന്താണ് ചൈനയും വരുന്നുണ്ട് അല്ലേ. ചൈനയും വരുന്നത് ശ്രീലങ്ക, പേർഷ്യ അതുപോലെ ചൈന. 1, 3, 4 ആണ്. ഇതിൽ ഫ്രാൻസ് ഒഴികെ ബാക്കി 3 രാജ്യങ്ങൾ പ്രധാനമായിട്ട് ശ്രീലങ്കയും അതുപോലെ പേർഷ്യയാണ്. ഇന്നത്തെ ഇറാൻ, അന്നത്തെ പേർഷ്യ, ഇന്നത്തെ ശ്രീലങ്ക, അന്നത്തെ സിലോൺ. ബിക്കോസ് ബ്രിട്ടൻ ഹാഡ് എ മോണോപ്പൊളി ഓൺ ഇന്ത്യസ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. മോർ ദാൻ ഹാഫ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് എവിടെയാണ്, ബ്രിട്ടനിലെ മാത്രം റെസ്ട്രിക്റ്റ് ആണ്. ബാക്കിയുള്ളത് ബ്രിട്ടൻ തീരുമാനിച്ച്, ബ്രിട്ടീഷുകാർ തീരുമാനിച്ചിട്ട് ചൈന, ശ്രീലങ്ക, പേർഷ്യ അല്ലെങ്കിൽ ഇറാനിൽ കൂടി ഉണ്ടായിരുന്നു. വൈൽ ദ റെസ്റ്റ് വാസ് അലൗഡ് വിത്ത് ഫ്യൂ അതർ കൺട്രീസ് സച്ച് ആസ് ചൈന, ശ്രീലങ്ക, പേർഷ്യ, ഇറാൻ. ദ സൂയസ് കനാൽസ് ഓപ്പണിംഗ് സ്ട്രെങ്തൻഡ് ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഓവർസീസ് ട്രേഡ്. പിന്നീട് എന്താണ് സൂയസ് കനാൽ ഓപ്പൺ ചെയ്തതിന് ശേഷം കൂടുതൽ ട്രേഡ് എന്താണ് ബ്രിട്ടനിലേക്ക് നടത്തിയത്. അതുവരെ ബ്രിട്ടനിലേക്ക് ചുറ്റി വളച്ച് ഏതാണ്ട് 18,000 കിലോമീറ്റർ പോകണമെന്ന് കണ്ടിട്ട് അവരെന്താണ് അത്രത്തോളം ആവേശം ഉണ്ടായിരുന്നില്ല. പിന്നീട് സൂയസ് കനാൽ വന്നപ്പോൾ ആ 18,000 കിലോമീറ്റർ 11,000 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങിയപ്പോൾ കൂടുതൽ ആവേശം വന്നു അല്ലേ. സോ ആ രീതിയിലെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താണ്, ദ ഫൈനസ്റ്റ് വെറൈറ്റി ഓഫ് മുസ്ലിം വാസ് കോൾഡ്. മുഗൾ പീരീഡിൽ ഉണ്ടായിരുന്ന വളരെ ഫേമസ് അല്ല ബംഗാൾ പ്രവിശ്യയിൽ ഉണ്ടായിരുന്ന
ഒരു തരം പട്ടയാണ് നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത് അല്ലേ. ആ മുസ്ലിമിലെ ഏറ്റവും ഫൈനസ്റ്റ് വെറൈറ്റി ഏതെന്നാണ് ചോദിച്ചത്. ഡക്കായി ആണോ, ചന്തേരി ആണോ, കാഞ്ചീപുരമാണോ, മൽമലാണോ? ഇവിടെ ചന്തേരി ശാരീസ് എന്ന് പറയുന്നത് മധ്യപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിയാം അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ബംഗാൾ, ആ ഒരു ഭാഗങ്ങളാണ് മുസ്ലിം വരുന്നത്. പ്രധാനമായിട്ട് എവിടെയാണ്? ബംഗാൾ പ്രവിശ്യകളാണ് മുസ്ലിം വരുന്നത്. സോ അതല്ല, കാഞ്ചീപുരം നമ്മുടെ സൗത്തിലാണെന്ന രീതിയിൽ അറിയാം. അതുപോലെ ഡക്കായുമല്ല, പിന്നെന്താണ് മൽമലാണ്. ഓക്കെ, മൽമലാണ് ആ ഒരു മുസ്ലിം എന്ന് പറയുന്ന പട്ടുനരത്തിന്റെ ഏറ്റവും ഫൈനസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. മുസ്ലിം ഈസ് എ ടൈപ്പ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ വിച്ച് ഹാഡ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ബംഗാൾ, പർട്ടിക്കുലർലി പ്ലേസ് ഇൻ ആൻഡ് അറൌണ്ട് ധാക്ക. ഇന്നത്തെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റലാണ്. ഡക്കായി മസ്ലിൻ ഹാഡ് ഗെയിൻഡ് വേൾഡ് വൈഡ് ഫെയിം ആസ് ഇറ്റ് എക്സിക്യൂട്ട് ടൈപ്പ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ. അതിലെന്താണ് ഏറ്റവും ഫൈനസ്റ്റ് വെറൈറ്റി എന്ന് പറയുന്നത് മൽമലാണ്. ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ സെറ്റാണല്ലോ അത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്താണ്, നമ്മൾ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇന്ത്യയുടെ എന്താണ് സാമ്പത്തിക ആസൂത്രണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവാരെന്നാണ് ചോദ്യം വരുന്നത്. എം വിശ്വേശ്വരയ്യാണോ, ദാദാഭായ് നവറോജിയാണോ, PC മഹൽനോബിസ് ആണോ, അമർത്യ സെൻ ആണോ എന്നാണ് ചോദ്യം. PC മഹൽനോബിസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എന്താണ് ബഡ്ജറ്റിന്റെ പിതാവ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്ന രീതിയിൽ പറയാം അല്ലേ. ദാദാഭായ് നവറോജി എന്താണ് എക്കണോമിയുടെ പിതാവ്, ഇന്ത്യൻ എക്കണോമിയുടെ പിതാവ് എന്ന രീതിയിൽ പറയാം. നമ്മളോട് എന്താണ് ഇന്ത്യൻ ആസൂത്രണം പ്ലാനിങ്ങിന്റെ, ഇന്ത്യൻ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പിതാവ് എന്നാണ് ചോദിച്ചത്. അതാരാണ്? മറ്റാരുമല്ല, എം വിശ്വേശ്വരയ്യാണ്. ഓക്കെ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ പ്ലാനിങ് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. പ്രശസ്ത സിവിൽ എഞ്ചിനീയറും അഡ്മിനിസ്ട്രേറ്ററുമായിട്ടുള്ള എം വിശ്വേശ്വരയ്യ ഇന്ത്യയിലെ സാമ്പത്തിക ആസൂത്രണത്തിന്റെ തുടക്കക്കാരനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. 1934 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം 10 വർഷത്തെ പ്ലാൻ ആയിരുന്നു നിർദ്ദേശിച്ചത്. 1934 തൊട്ട് 44 വരെ ഇന്ത്യയുടെ എക്കണോമി എങ്ങനെ ആയിരിക്കണമെന്ന് എം വിശ്വേശ്വരയ്യ പറഞ്ഞു. ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിയ വ്യക്തി കൂടിയാണ് എം വിശ്വേശ്വരയ്യ. അതുകൊണ്ട് എന്താണ് നമ്മുടെ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ് എന്ന രീതിയിലും അദ്ദേഹത്തെ വിളിക്കാറുണ്ടായിരുന്നു. അതൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് 1930 ഇവിടെ മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് മലയാളത്തിൽ ചോദ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് ചോദ്യങ്ങൾ മലയാളത്തിലുണ്ട്. 1938 ആരംഭിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ, ദേശീയ ആസൂത്രണ സമിതി അഥവാ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി അല്ലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യലി വരുന്നുണ്ടല്ലേ. അതിൽ പ്രധാനപ്പെട്ടതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. നമുക്ക് ഓപ്ഷൻ എ ആയിട്ട് ജവഹർലാൽ നെഹ്റു ഉണ്ട്, ബി ആയിട്ട് സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, GRD ടാറ്റ, GD ബിർള. ഇതൊക്കെ എന്താണ് ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വ്യക്തികളാണല്ലേ. GRD ടാറ്റ, GD ബിർള എവിടെയാണ്? ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടല്ലേ, ബോംബെ പ്ലാൻ. സോ അവരെ രണ്ടുപേരും നമുക്ക് വെട്ടാൻ വേണ്ടി സാധിക്കും. പിന്നെ ആരാണ്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്താണ് രണ്ടുപേരും നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ബട്ട് ഈ പറഞ്ഞ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ആ സുഭാഷ് ചന്ദ്രബോസ് ആണ് ജവഹർലാൽ നെഹ്റുവിന് എന്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് നിർദ്ദേശിക്കുന്നത്. സോ ഉത്തരം എന്താണ്? ജവഹർലാൽ നെഹ്റു ആണ് ഉത്തരം വരുന്നത് അല്ലേ. 1938 ഈ ഒരു കാര്യം വന്നത്. ഇവിടെ ഞാൻ 34 ഒക്കെ പ്ലാൻഡ് എക്കണോമി ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. 1934 ആ ഒരു കാര്യം കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യമാണ്. സർ എം വിശ്വേശ്വരയ്യ 1934 എന്താണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആസൂത്രണ മേഖലയിൽ ഇന്ത്യയുടെ സ്വീകാര്യത ലഭിച്ച ആദ്യത്തെ പണ്ഡിത കൃതി കൂടിയാണ്. അക്കാഡമിക് വർക്ക് അല്ലെങ്കിൽ സ്കോളറി വർക്കാണെന്ന് പറയാം. ഇന്ത്യയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എം വിശ്വേശ്വരയ്യ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഞാൻ ആക്ച്വലി 1930 കാര്യമായിരുന്നു ആഡ് ചെയ്യേണ്ടത്. സാർ എല്ലാം പോട്ടെ, ആ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1930 ഇന്ത്യയുടെ എന്താണ് ആ ഒരു പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ദേശീയ തലത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുന്ന രീതിയിലൊരു ചിന്ത വരികയും അങ്ങനെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി രൂപീകരിക്കും. പെട്ടെന്നാണ് കാര്യമായുള്ള മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. അതിന്റെ പേപ്പർ വർക്ക് പോലും 1948 കാലഘട്ടങ്ങളിലാണ് ഫസ്റ്റ് പേപ്പർ പോലും പുറത്തു വരുന്നത്. ബട്ട് എന്താണ് ഈ ഒരു നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പിന്നീട് പല 5 ഇയർ പ്ലാനിൽ നമ്മൾ അഡോപ്റ്റും ചെയ്തിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ മെമ്പർ ഓഫ് ബോംബെ പ്ലാൻ. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ, ആ ബോംബെ പ്ലാനിൽ മെമ്പർ അല്ലെങ്കിൽ മെമ്പേഴ്സ് ആയ വ്യക്തികൾ ആരൊക്കെയെന്നാണ് ചോദ്യം. 8 ഇൻഡസ്ട്രിയലിസ്റ്റുകളുണ്ട് അന്നത്തെ ബോംബെയിലെ വളരെ പ്രധാനപ്പെട്ട 8 വ്യവസായികൾ എന്താണ് ബോംബെ പ്ലാന്റെ ഭാഗമായിരുന്നു. ആരൊക്കെയെന്നാണ് ചോദ്യം. പുരുഷോത്തം ദാസ് സാക്കൂദാസ് ഉണ്ടോ, GD ബിർളയുണ്ടോ, ലാലാ ശ്രീറാമുണ്ടോ, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടോ? ഈ പറഞ്ഞ പേരുകൾ സുഭാഷ് ചന്ദ്രബോസ് ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ ബോംബെ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടല്ലേ. പുരുഷോത്തം ദാസ്, GD ബിർള, ലാലാ ശ്രീറാം. സോ 1, 2, 3 ആണ് ഉത്തരം വരുന്നത് അല്ലേ. ഇവിടെ ഓപ്ഷൻ എ തന്നെ 1, 2, 3 ആണ് ഉത്തരം വരുന്നത്.
1944 ആരൊക്കെയാണ്? GRD ടാറ്റ 8 പേരാണെന്ന് ഞാൻ പറഞ്ഞു, എണ്ണിക്കോ നിങ്ങൾ. GRD ടാറ്റ, ED പിള്ള, പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, ലാല ശ്രീറാം, കസ്തൂർബായ് ലാൽബായി, AD ഷ്രോഫ്, അർദേശിർ ദലാൽ, ജോൺ മത്ത. ഈ 8 അന്ന് വളരെ പ്രധാനപ്പെട്ട ബോംബെ വ്യവസായികൾ 1944 ഇന്ത്യക്ക് വേണ്ടിയുള്ള സാമ്പത്തിക വികസന പദ്ധതിയെക്കുറിച്ചുള്ള ഹ്രസ്വ മെമ്മോറാണ്ടം അല്ലെങ്കിൽ എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ഇന്ത്യ എന്ന പേരിൽ കൊണ്ടുവന്നു അല്ലേ. ഇതിനെ നമ്മൾ എന്താണ് ബോംബെ പ്ലാൻ എന്ന പേരിലാണ് ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്ലാൻ പ്രകാരം എന്താണ് പ്രതിശീർഷ വരുമാനം 15 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കാനും ദേശീയ വരുമാനം 3 ഇരട്ടിയാക്കാനൊക്കെ സാധിക്കുമായിരുന്നു. ബട്ട് ആകെ അടങ്കൽ തുക 10,000 കോടിയാണ് ശുപാർശ ചെയ്തത്. അന്ന് നമുക്ക് എന്താണ് താങ്ങാൻ പറ്റുന്നതിലും അധികമായിരുന്നു. നെഹ്റു ഈ ഒരു പദ്ധതി ഔദ്യോഗികമായിട്ട് അന്ന് അംഗീകരിച്ചില്ലെങ്കിലും അതിന് പല തത്വങ്ങൾ എന്താണ് പിന്നെയുള്ള ഡിസൈനുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ് ഈ പറഞ്ഞ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാലയളവിലുണ്ടായിരുന്ന ഓരോ ബോഡീസിന്റെ തലപ്പത്ത് വരുന്ന ആളുകളാണല്ലേ. സോ പീപ്പിൾസ് പ്ലാന്, നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ഗാന്ധിയൻ പ്ലാൻ, സർവോദയ പ്ലാൻ. ഇതിൽ നമുക്ക് എന്താണ് ബി എടുക്കാം അല്ലെ. ബി ഓൾറെഡി നമ്മൾ പറഞ്ഞു. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ബി എന്ന് പറയുന്നത് 4 ആണ്. സോ B4 വരുന്നത് ഏതൊക്കെയാണ്? B4 വരുന്നത് സോറി MN റോയി അല്ല, 4 MN റോയി ആണല്ലേ. സോ B3 ആണ് ഞാൻ പെട്ടെന്ന് നോക്കിയത്. B3 വരുന്ന ഏതൊക്കെയുണ്ട്? B3 വരുന്ന 3 ഉണ്ട്. സോ നമുക്ക് ഇത് വെട്ടിക്കളയാം. B3 വരുന്ന എന്തായാലും B3 വരുന്നത് നമുക്ക് ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ B3 വരുന്നത് 3 ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി എന്താണ് നമുക്ക് ഇതിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇത് വെട്ടിക്കളയാം. ബി കഴിഞ്ഞു, നമ്മുടെ ഇയും കഴിഞ്ഞു. ഇനി എന്താണ് ഗാന്ധിയൻ പ്ലാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഗാന്ധിയൻ പ്ലാൻ എന്താണ്? SN നാരായണൻ അഥവാ ശ്രീമാൻ നാരായണൻ എന്ന രീതിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സി എന്താണ്? C1 ആണ് നമുക്ക് കിട്ടി. ഇനി C1 വരുന്ന ഓപ്ഷൻ ഏതാണ്? C1 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ. ഡി മാത്രമാണ് C1 വരുന്ന ഓപ്ഷൻ. സോ ഉത്തരം കിട്ടി. സോ നമുക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തൊന്ന് പരിശോധിച്ചാൽ മതി. ഉത്തരം എന്തൊക്കെയാണ്? A4 പീപ്പിൾസ് പ്ലാൻ ആരാണ്? MN റോയി ആണ്. MN റോയി ആണ് ജനകീയ പ്ലാൻ വരുന്നത്. ഇനി എന്താണ്? P2 ആണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി, ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ഇനി എന്താണ്? C1 ആണ് വരുന്നത് ഗാന്ധിയൻ പ്ലാന് ശ്രീമാൻ നാരായണൻ, സർവോദയ പ്ലാൻ JP നാരായണനാണ് അല്ലേ, ജയപ്രകാശ് നാരായണനുമാണ്. ആ രീതിയിലൊന്ന് കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി നിങ്ങൾ. അതൊക്കെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്, പഠിച്ചിട്ടുണ്ടാവാൻ തന്നെയാണ് വിശ്വാസം. സോ നെക്സ്റ്റ് എന്താണ്? പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ഡാഷിന് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായി. സിംപിളി ചോദ്യം ഇത്രയേ ഉള്ളൂ. ഏത് വർഷം, ഏത് മാസം, ഏത് ദിവസമാണ് നമ്മുടെ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ചോദ്യം. ഇവിടെ ചോദ്യം വളരെ കൺഫ്യൂസിംഗ് ആണ്. ഓപ്ഷനൊക്കെ വായിച്ചു നോക്കി നിങ്ങൾ. 1950 മാർച്ച് 1, 1950 മാർച്ച് 10, 1950 മാർച്ച് 15, 1950 മാർച്ച് 25. സോ പ്രീവിയസ് ഒക്കെ ചെയ്ത് പഠിച്ച ആളുകൾക്ക് പെട്ടെന്ന് കത്തും. 1950 മാർച്ച് 15 കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ചിലപ്പോൾ എന്താണ് ഇങ്ങനെ തരാതെ 1950 ഫെബ്രുവരി 15, മാർച്ച് 15, ഏപ്രിൽ 15, മെയ് 15 എന്നൊക്കെ തരാം നമുക്ക്. സോ എങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കണം. 1950 മാർച്ച് 15 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ എന്താണ് ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച സർക്കാർ സ്ഥാപനമായിരുന്നു ആസൂത്രണ കമ്മീഷൻ അല്ലെ. 5 ഇയർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നതായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറഞ്ഞത്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ 1950 മാർച്ച് 15 ഈ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചതാരാണ്? കേന്ദ്ര അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് ആണല്ലേ. ഭരണഘടനാ പ്രകാരം സ്ഥാപിച്ചതല്ല. അതായത് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവിലൂടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ സ്ഥാപിച്ചത്. കമ്മീഷൻ തയ്യാറാക്കിയിരുന്ന പഞ്ചവത്സര പദ്ധതികളുടെ രൂപരേഖയ്ക്ക് അന്തിമമായിട്ട് അനുമതി നൽകിയിരുന്ന ആരാണ്? NDC അഥവാ ദേശീയ വികസന സമിതിയാണ്. നമുക്ക് അങ്ങോട്ട് ചോദ്യമായിട്ടുണ്ട്. 1952 NDC വന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആസൂത്രണ കമ്മീഷൻ, ദേശീയ വികസന സമിതി ഇതൊക്കെ ചെയർമാനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പാർലമെന്റ് കഴിഞ്ഞ നയ തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഏറ്റവും വരുന്ന സ്ഥാപനമാണ് NDC അഥവാ ദേശീയ വികസന സമിതി. ഒക്കെ പാർലമെന്റ് കഴിഞ്ഞാൽ പോളിസി മേക്കിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടി നിലവിലില്ല ഈ ഒരു പ്ലാനിംഗ് കമ്മീഷൻ. ഇപ്പോൾ നീതി ആയോഗമാണ് നമുക്കറിയാം അല്ലേ. സോ അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. നെക്സ്റ്റ് എന്താണ്? ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ഉപാധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ഗുൽസാർലാൽ നന്ദയാണോ, മൊണ്ടേക് സിംഗ് അലുവാലിയാണോ, പ്രണബ് മുഖർജിയാണോ, അതോ KC പന്താണോ? ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയാണല്ലേ. മൊണ്ടേക് സിംഗ് അലുവാലിയാണ് ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ ചെയർപേഴ്സൺ എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പ്രണബ് മുഖർജി എന്താണ്? പ്രണബ് മുഖർജിയൊക്കെ ഏതാണ്ട് 2000 ശേഷം ഉണ്ടായിരുന്ന ഉപാധ്യക്ഷനാണ്. KC പന്തൊക്കെ ആ ഒരു സമയത്താണ്. ഗുൽസാർലാൽ നന്ദ ആദ്യത്തെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ അവസാനത്തെ ആരാണ്? മൊണ്ടേക് സിംഗ് അലുവാലിയാണ്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനെയും അംഗങ്ങളെയും നിയമിച്ചിരുന്ന ആരാണ്? കേന്ദ്ര ക്യാബിനറ്റ് ആണ്. ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ നിർണ്ണയിച്ചിരുന്നതും ആരാണ്?
ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖ സമർപ്പിച്ചിരുന്നത് കേന്ദ്ര ക്യാബിനറ്റിനാണ്. 2014 ഓഗസ്റ്റിൽ എന്താണ് കമ്മീഷൻ നിർത്തലാക്കി. പിന്നെ എന്ത് വന്നു? നമ്മുടെ നീതി ആയോഗ് വന്നു അല്ലേ. ആസൂത്രണ കമ്മീഷൻ അതിന്റെ 65 വർഷത്തെ പ്രവർത്തന കാലയളവിൽ 200 ലക്ഷം കോടിയുടെ പദ്ധതികൾ മൊത്തത്തിൽ തയ്യാറാക്കേണ്ട, എല്ലാ 5 ഇയർ പ്ലാൻ ചേർത്തിട്ട് 200 ലക്ഷം കോടിയുടെ പദ്ധതികൾ തയ്യാറാക്കേണ്ട. 12 പഞ്ചവത്സര പദ്ധതികൾ അതുവരെയായിട്ട് ആസൂത്രണം ചെയ്യേണ്ട. ആസൂത്രണ കമ്മീഷൻ ആദ്യത്തെ അധ്യക്ഷനാരാണ്? ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗുൽസാൽലാൽ നന്ദിയായിരുന്നു ആദ്യത്തെ ഉപാധ്യക്ഷൻ. അവസാനത്തെ എന്താണ്? മൊണ്ടേക് സിംഗ് അലിവാലി. നമുക്ക് ചോദിച്ചത് എന്തായിരുന്നു? അവസാനത്തെ ആണ് അല്ലേ. ആദ്യത്തെയാണ് ഗുൽസാൽലാൽ നന്ദ. നെക്സ്റ്റ് എന്താണ്? ഹു ഗിവ്സ് ഫൈനൽ അപ്രൂവൽ ടു ദ 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്ന ബോഡി ഏതെന്നാണ് ചോദ്യം. 5 ഇയർ പ്ലാൻ തയ്യാറാക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. എന്നാൽ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ തയ്യാറാക്കുന്ന 5 ഇയർ പ്ലാൻ നടപ്പിലാണെങ്കിൽ ഏത് ബോഡിയുടെ അനുമതി കൂടിയേ തീരൂ? ഏത് ബോഡിയാണ്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണോ? ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണോ? പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണോ? അല്ലെങ്കിൽ NDC ആണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിൻ്റെയാണ് അന്തിമ തീരുമാനം ആവശ്യമായിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷന്റെ ഉപദേശക സമിതിയാണ് ഈ പറഞ്ഞ ദേശീയ വികസന കൗൺസിൽ അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇത് രൂപീകരിക്കപ്പെട്ട വർഷവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1952 ഓഗസ്റ്റ് 6 1950 എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നു. 1952 എന്താണ് ഈ പറയുന്ന NDC വന്നു അല്ലേ. സോ ആസൂത്രണ കമ്മീഷൻ തയ്യാറാക്കിയ എല്ലാ പഞ്ചവത്സര പദ്ധതികൾക്കും ആദ്യം ദേശീയ വികസന കൗൺസിലിന്റെ അംഗീകാരം ആവശ്യമാണ്. വികസന വിഷയങ്ങളിൽ രാജ്യത്തിന്റെ ഉയർന്ന തീരുമാനമെടുക്കുന്ന അധികാരി കൂടിയായിട്ട് നമുക്ക് NDCയെ പറയാൻ വേണ്ടി സാധിക്കും. സംസ്ഥാന തലത്തിലുള്ള ആസൂത്രണം സംസ്ഥാന ആസൂത്രണ സമിതിയാണ് ചെയ്യുന്നത്. അവിടെ എന്താണ്? ഇവിടെ പ്രൈം മിനിസ്റ്റർ ചെയർമാൻ, അതുപോലെ മുഖ്യമന്ത്രി, അതായത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് കമ്മീഷന്റെ അധ്യക്ഷൻ. നെക്സ്റ്റ് എന്താണ്? NDC അഥവാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇൻക്ലൂഡ്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് ഓൾ സ്റ്റേറ്റ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറി, മെമ്പേഴ്സ് ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ, മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോഡി. ഈ പറയുന്നത് NTCയിൽ പെടുന്ന ആളുകൾ ആരൊക്കെയെന്നാണ് ചോദ്യം. നമുക്കറിയാം ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്, എല്ലാ സംസ്ഥാനങ്ങളിലും ചീഫ് മിനിസ്റ്റേഴ്സ് വരുന്നുണ്ടല്ലേ. സോ ഒന്നെന്തായാലും നമുക്കിവിടെ വരുന്നുണ്ട്. സോ ബാക്കിയുള്ള കാര്യം എന്താണ്? ഒന്നെന്തായാലും വരുന്നുണ്ടെന്ന് മനസ്സിലായി. നെക്സ്റ്റ് എന്താണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്, മുഖ്യമന്ത്രിമാർ കൂടാതെ എന്താണ് യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതിന് അഡ്മിനിസ്ട്രേറ്റേഴ്സും വരുന്നുണ്ടല്ലേ. സോ രണ്ടും വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമുക്ക് വെട്ടാം. ഇനി 1, 2, 3 ആണോ അല്ലെങ്കിൽ 1, 2, 3, 4 ആണോ? അതേ നമുക്ക് നോക്കാനുള്ളൂ. പ്ലാനിംഗ് കമ്മീഷന്റെ അംഗങ്ങൾ എന്താണ്? ഇതിലും അംഗങ്ങളാണല്ലേ. സോ 1, 2, 3 അല്ലെങ്കിൽ ഓൾ ഓഫ് ദ എബോവ്. നെക്സ്റ്റ് എന്താണ്? മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, സ്റ്റേറ്റ് സംസ്ഥാന പ്ലാനിംഗ് ബോർഡിലെ ആളുകൾ എന്താണ്? NDCയിൽ വരുന്നില്ല. സോ ഉത്തരം എന്താണ്? 1, 2, 3 ആണല്ലേ. സോ NDCയിൽ ആരൊക്കെയാണ്? NDCയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആരാണോ അദ്ദേഹമായിരിക്കും. എല്ലാ യൂണിയൻ മിനിസ്റ്റേഴ്സും അംഗമായിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ അംഗങ്ങളായിട്ടുണ്ട്. അവർക്ക് വെറും സ്പെക്ടേറ്റേഴ്സ് എന്ന രീതിയിലാണ്. നീതി ആയോഗിലൊക്കെയാണ് നമുക്ക് എന്താണ് കൂടുതൽ അധികാരം വരുന്നത്. Administrators of all union territory, members of the planning commission അല്ലേ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് NTC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആയാലും പ്ലാനിംഗ് കമ്മീഷൻ ആയാലും രണ്ടിനെ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ദ സെക്രട്ടറി ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ഓൾസോ ദ സെക്രട്ടറി ഓഫ് NTC. ദ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ഈസ് ഓൾസോ പ്രൊവൈഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. സെറ്റാണുള്ള ഒരു കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്താണ്? ഈ ഒരു ചോദ്യം ഇപ്പോൾ കഴിഞ്ഞ LDC എക്സാമിന് വന്ന ചോദ്യം കൂടിയാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഒന്നാം പഞ്ചവത്സര കാലയളവിൽ ഇന്ത്യ നേരിട്ട പ്രധാന പ്രശ്നം? ഓക്കെ, 4 കാര്യം തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ഇന്ത്യ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലയളവ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ 1951 തൊട്ടിട്ട് 1956 വരെ നേരിട്ട പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ നേരിട്ട ഒരു കാലയളവില്ല. 1950 കാലഘട്ടങ്ങളിൽ ഇന്ത്യ നേരിട്ട പ്രശ്നമാണ്. ഒന്നാമത്തത് ഇന്ത്യ ചൈന യുദ്ധം. ഇന്ത്യ ചൈന യുദ്ധം നമുക്കറിയാം 1960 ശേഷമാണല്ലേ. 1961, 62 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. സോ ഇന്ത്യ ചൈന യുദ്ധം അവിടെ പ്രശ്നമില്ല. നെക്സ്റ്റ് എന്താണ്? അഭയാർത്ഥി പ്രവാഹം അല്ലേ. ഇന്ത്യ പാക് വിഭജനം നടന്നതിന് ശേഷം എന്താണ്? ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ആളുകൾ പോകുന്നു, തിരിച്ചു പാകിസ്ഥാൻ ഇന്ത്യയിലേക്കും ആളുകൾ എന്താണ്? അഭയാർത്ഥികൾ വരുന്നുണ്ടല്ലേ. സോ അഭയാർത്ഥി പ്രവാഹം എന്താണ്? ഒരു പ്രശ്നമായിരുന്നു. അതുപോലെ ഈ ഒരു അഭയാർത്ഥി പ്രവാഹം, അതുപോലെ ബ്രിട്ടീഷുകാർ നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, അത് കാരണം കാർഷിക മേഖലയ്ക്ക് വന്ന പ്രശ്നങ്ങളൊക്കെ കാരണം ഭക്ഷണത്തിന് കടുത്ത ക്ഷാമം നേരിട്ടുണ്ടായിരുന്നു. അതുപോലെ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ മൗണ്ടെയിൻ എന്ന രീതിയിലായിരുന്നു, കുന്നുകയറിയ ഇൻഫ്ലേഷൻ എന്ന രീതിയിലായിരുന്നു അന്ന് നമ്മൾ വിശേഷിപ്പിച്ചത്. പണപ്പെരുപ്പ് എന്താണ്? അങ്ങേയറ്റം എത്തിയാണ് അല്ലേ. എപ്പോഴും ഒരു എക്കണോമിയിൽ എന്താണ്? ഇൻഫ്ലേഷൻ ഡിഫ്ലേഷനും പാടില്ല എന്നല്ല, അതൊരു ഇത്ര എമൗണ്ട് നമ്മൾ പറയുമ്പോൾ 4 ± 2% എന്ന രീതിയിൽ പറയും. നമുക്ക് എന്താണ്? 2% തൊട്ടിട്ട് 6% വരെയുള്ള ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ കാര്യങ്ങൾ പ്രശ്നമില്ല. അതിന് മേലെ പോയി കഴിഞ്ഞാൽ അതെന്താണ്? ആദ്യം നമ്മൾ
റോളിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും, അത് കഴിഞ്ഞാൽ വാക്കിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയും, അത് കഴിഞ്ഞാൽ റണ്ണിങ് എന്ന് പറയും, പിന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണല്ലേ, നമുക്ക് താങ്ങാൻ വേണ്ടി സാധിക്കത്തില്ല. സോ ഇവിടെ എന്താണ്, ഇന്ത്യ ചൈന യുദ്ധം വെട്ടിക്കഴിഞ്ഞാൽ ബാക്കി 2, 3, 4 ഓപ്ഷൻ ബി ആണ് വരുന്നില്ല. പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951, 1956 ഈ പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അന്ന് ഈ ഒരു പദ്ധതി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർപേഴ്സൺ ഒക്കെ ജവഹർലാൽ നെഹ്റു ആണ്. ഈ സമയത്തുണ്ടായിരുന്ന 3 പ്രശ്നമാണ്. ഒന്ന് അഭയാർത്ഥി പ്രവാഹം, മറ്റൊന്ന് ഭക്ഷണത്തിന് കടുത്ത ക്ഷാമം, വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പ് അല്ലേ. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായുള്ള വിഭജനത്തിൽ നിന്നും സമ്പദ് വ്യവസ്ഥയിലെ അസന്തുലിതാവസ്ഥയിൽ നിന്നും ഇന്ത്യക്ക് കരകയറേണ്ട ഒരു സ്ഥിതിയും വന്നിട്ടുണ്ടായിരുന്നു. അതിനാൽ പണപ്പെരുപ്പം നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നതായിരുന്നല്ലോ. അതിന് കൂടെ എന്താണ്, അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുക, കാർഷിക വികസനം, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത, ഇതൊക്കെ ഒന്നാം 5 ഇയർ പ്ലാന്റെ ലക്ഷ്യങ്ങളായിരുന്നു നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താണ്, ദ സെക്കൻഡ് 5 ഇയർ പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ വിച്ച് മോഡൽ. എന്താണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ? നമ്മൾ ഹരോൾഡ് ഡോമർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ക്ലാസ് പറഞ്ഞ കാര്യമാണ്, ഇവിടെ ചോദിച്ചില്ല. ഹരോൾഡ് ഡോമർ മോഡൽ എന്ന് പറഞ്ഞു അല്ലേ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ത് ബേസ് ചെയ്ത മോഡൽ എന്നാണ് ചോദ്യം. സോളോ മോഡലാണോ, ഡോമർ മോഡലാണോ, ഹരോൾഡ് ഡോമർ ആണ്, റോബിൻസൺ മോഡലാണോ, മഹൽനോബിസ് മോഡലാണോ? ഇതിൽ ഏതാണ്? 1 ഓൺലി ആണോ, ബോത്ത് 1 and 2 ആണോ, ബോത്ത് 2 and 3 ആണോ, അല്ലെങ്കിൽ 4 ഓൺലി ആണോ? നമുക്കൊക്കെ അറിയാം അല്ലേ എന്താണ്, മഹൽനോബിസ് മോഡലാണ്, 4 ഓൺലി ആണ്. ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1956 തൊട്ട് 61 വരെയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക പുരോഗതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി അഗ്രികൾച്ചർ ആണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇൻഡസ്ട്രി ആയിരുന്നു ലക്ഷ്യം. വ്യാവസായവൽക്കരണം, ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതി കൂടിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1953 നിർമ്മിച്ച മഹൽനോബിസ് മോഡൽ നിർമ്മിക്കുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കാലയളവിലാണെങ്കിലും ഇത് പിന്നീട് അഡോപ്റ്റ് ചെയ്യുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. മഹൽനോബിസ്, PC മഹൽനോബിസ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ മഹൽനോബിസ് മോഡൽ അടിസ്ഥാനമാക്കിയിട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യാവസായിക പദ്ധതി, മഹൽനോബിസ് മാതൃക എന്ന പേരിലൊക്കെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, 5 ഇയർ പ്ലാനും ആ സമയത്ത് പ്രധാനമന്ത്രിമാരാണ് തന്നിട്ടുള്ളത് അല്ലെ. എന്തൊക്കെയാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി, 4, 7 തന്നിട്ടുണ്ട് അല്ലെ. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു. ഇതിൽ നമുക്ക് അറിയുന്ന കാര്യം, ആദ്യത്തെ കാര്യം നമുക്ക് ഇതറിയാം അല്ലെ. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആദ്യത്തെ 3 5 ഇയർ പ്ലാനും ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ. സോ A3 ആണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. A3 ഉള്ളത് ഏതൊക്കെയുണ്ട്? ഇത് നമുക്ക് വെട്ടാം, ഇതും വെട്ടാം. A3 ഉള്ളത് ആകെ 2 ഓപ്ഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇനി എന്താണ് നാലാം പഞ്ചവത്സര പദ്ധതി? നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് 1970 കാലം 1980 ആ ഒരു സമയത്താണ് വരുന്നത് അല്ലേ. സോ രാജീവ് ഗാന്ധി അധികാരത്തിലേക്ക് വരുന്നത് എന്താണ്? 1980 ശേഷമാണ്. സോ ഇവിടെ ആരായിരിക്കും? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ. സോ നാലാം പഞ്ചവത്സര പദ്ധതി B1 ആണ് വരുന്നത്. B1 ഏതാണ് ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻ A മാത്രമാണ് വരുന്നത് അല്ലേ. സോ C2 ആണ്. ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഓരോ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രൈം മിനിസ്റ്റർ ചോദിക്കാറുണ്ട്. ആദ്യത്തെ 3 പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അതൊക്കെ ആര് തന്നെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പിന്നീട് നാലാം പഞ്ചവത്സര പദ്ധതി ഓൺവേർഡ്സ് ഇന്ദിരാഗാന്ധി മാറി വരുന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? വിച്ച് 5 ഇയർ പ്ലാൻ വാസ് ഇൻട്രഡ്യൂസ്ഡ് ആഫ്റ്റർ 50 years ഓഫ് ഇൻഡിപെൻഡൻസ്? ഏത് 5 ഇയർ പ്ലാൻ ആണ്? ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ കൊടുത്തു വേണ്ട, സ്ലൈഡ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ആക്കി തരാം. വിച്ച് 5 ഇയർ പ്ലാൻ വാസ് ഇൻട്രഡ്യൂസ്ഡ് ആഫ്റ്റർ 50 years ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ അതിന്റെ വിജയത്തിന്റെ 50ാം വാർഷികം 1947 ആണല്ലേ. അത് കഴിഞ്ഞിട്ട് 50ാം വാർഷികം എന്ന് പറയുമ്പോൾ 1997 ആഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത 5 ഇയർ പ്ലാൻ ഏതെന്നാണ് ചോദ്യം. പരീക്ഷയ്ക്ക് പലതവണ വന്ന ചോദ്യമാണ്. ഇവിടെ 8th എന്ന് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണം, 9th 5 ഇയർ പ്ലാൻ ആണ്. ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. 8th എന്ന് കണ്ടിട്ട് അതിൽ വിചാരിക്കേണ്ട 9th 5 ഇയർ പ്ലാൻ ആണ്. നമുക്ക് 1997 തൊട്ട് 2002 വരെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ 1997 തൊട്ടിട്ട് 2002 വരെയായിരുന്നു ഈ ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. ദരിദ്രർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, പ്രാഥമിക വിദ്യാഭ്യാസ ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയ 5 ഇയർ പ്ലാൻ കൂടിയാണ് 9th 5 ഇയർ പ്ലാൻ. ഗ്രാമീണ വികസനവും വികേന്ദ്രിക ആസൂത്രണം, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ഈ ഒരു പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികം 1947 1997 എത്തുമ്പോൾ 50 വർഷമാണല്ലേ. സോ 97 തൊട്ട് 2002 വരെയാണ് ഈ ഒരു 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ഇനി എന്താണ് 5 ഇയർ പ്ലാന്റെ കാലയളവ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്? 3rd, 6th, 9th, 12th. ഇത് നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമുക്കറിയാം 1951 തൊട്ടിട്ട് 1956 വരെ. സെക്കൻഡ് 56 തൊട്ടിട്ട് 61 വരെ. തേർഡ് അപ്പം എന്താണ് 61 തൊട്ടിട്ട് 66 വരെ തേർഡ് 5 ഇയർ പ്ലാൻ. സോ തേർഡ് എന്താണ്?
എ എന്ന് പറഞ്ഞ 61 തൊട്ട് 66 വരെ A4 ആണ്. A4 വരുന്ന ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? A4 വരുന്ന ഓപ്ഷൻ രണ്ടെണ്ണേ വരുന്നുള്ളൂ അല്ലേ. സോ ഇത് രണ്ടും നമുക്ക് വെട്ടാം. ഇനി എന്താണ്? ഇനി 9th 5 ഇയർ പ്ലാൻ ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ. 9th 5 ഇയർ പ്ലാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ 9th 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സി ആണ്. 97 തൊട്ടിട്ട് 2002 C1 വരുന്ന ഓപ്ഷൻ ഏതാണ്? C1 വരുന്ന ഓപ്ഷൻ സി ആണ് അല്ലേ. സോ ഉത്തരം C1 വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, C1 ഓക്കെ C1 വരുന്ന ബി ആണ് ഞാൻ പെട്ടെന്ന് വിചാരിച്ചത്. C1 വരുന്ന ഇതാണ് ഓപ്ഷൻ C1. സോ ഉത്തരം എന്താണ്? ഡി ആണ്. ഞാൻ പെട്ടെന്ന് ബി ആണ് വിചാരിച്ചത്. സോ ഇവിടെ എന്താണ്? തേർഡ് 5 ഇയർ പ്ലാൻ A4 ആണ്. തേർഡ് 5 ഇയർ പ്ലാന്റെ കാലയളവ് ഏതാണ്? 1961 തൊട്ടിട്ട് 66 വരെ. നെക്സ്റ്റ് എന്താണ്? 6th 5 ഇയർ പ്ലാൻ B3 ആണ് വരുന്നത് അല്ലേ. ആ B3 എന്ന് പറയുമ്പോൾ 1980 തൊട്ടിട്ട് 85 വരെയാണ് വരുന്നത്. ഇനി എന്താണ്? 9th 5 ഇയർ പ്ലാൻ ഏതാണ്? 1997 തൊട്ടിട്ട് 2002 വരെയാണ്. സോ 12th 5 ഇയർ പ്ലാൻ എന്താണ്? അവസാനത്തെയാണ് 2012 തൊട്ടിട്ട് 17 വരെയാണ്. ഉത്തരം എന്താണ്? ഡി ആണ് വരുന്നത് അല്ലേ. ഇത് ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത കാര്യമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951-56 ലക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ NCERT ബുക്കാണ്. കാർഷിക മേഖലയുടെ വികസനം. രണ്ടാം 5 ഇയർ പ്ലാൻ 1956 തൊട്ടിട്ട് 61 വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 61 തൊട്ട് 66 വരെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഒക്കെയായിരുന്നു ലക്ഷ്യം. നാലാം 5 ഇയർ പ്ലാൻ 69 തൊട്ടിട്ട് 74 വരെ ഗ്രോത്ത് വിത്ത് സെൽഫ് റിലയൻസ്, സ്വാശ്രയത്വമൊക്കെയായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 74 തൊട്ടിട്ട് 79 വരെ. ബട്ട് നമുക്ക് എന്താണ് ഈ 5 ഇയർ പ്ലാനിൽ കംപ്ലീറ്റ് ആവാത്ത ഏക 5 ഇയർ പ്ലാൻ ഇത് മാത്രമാണല്ലോ. 78 പിരിച്ചുവിട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. 6th 80 തൊട്ട് 85 വരെയാണ് കാർഷിക വ്യാവസായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലായിരുന്നു. ഏഴാം പഞ്ചവത്സര പദ്ധതി 85 തൊട്ട് 90 വരെയാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. 8-9 കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇതും കഴിഞ്ഞ LD ക്ലർക്ക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വാട്ട് were the reasons to be implement new economic policy 1991? 1991 ന്യൂ എക്കണോമിക് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം അന്ന് ഇന്ത്യൻ എക്കണോമിയിൽ ഉണ്ടായിരുന്ന സാഹചര്യം. ഇപ്പൊ കഴിഞ്ഞ എക്സാമിന് ഏത് ജില്ലയാണെന്ന് ഓർമ്മയില്ല, LD ക്ലർക്ക് ചോദിച്ച ചോദ്യമാണ്. എന്തൊക്കെയാണ്? ദ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് പുവർ പെർഫോമൻസ്, അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, റൈസ് ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ്, ദ ഗൾഫ് വാർ. ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് നോക്കാം അല്ലേ. ദ ഇൻഡസ്ട്രിയൽ സെക്ടർ പുവർ പെർഫോമൻസ്, അതായത് PSUs അന്ന് കൂടുതലായിട്ട് എന്താണ്? PSUs പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസിനാണ് നമ്മൾ ഏതാണ്ട് 1947 തൊട്ടിട്ട് 1990 വരെ പ്രാധാന്യം നൽകിയില്ലേ. എന്നാൽ അവരെന്താണ്? ലാഭം ഉണ്ടാക്കുന്നില്ല, പ്രൈവറ്റിനെ കടന്നു വരാനും സമ്മതിക്കുന്നില്ല. സോ അതുകൊണ്ട് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ അതിലെന്താണ്? അതിലുള്ള ഗവൺമെന്റ് എംപ്ലോയീസിന് ശമ്പളം കൊടുക്കാൻ പോലും എന്താണ്? ഗവൺമെന്റിന് കടം വാങ്ങേണ്ട അവസ്ഥ വന്നു അല്ലേ. സോ അതെന്തിലേക്ക് നയിച്ചു? ഗവൺമെന്റിന് വളരെ വലിയ രീതിയിലുള്ള ക്രൈസിസിലേക്ക് നയിച്ചു. അതിലൂടെ 1991 ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. സോ ഇത് ശരിയാണ്. നെക്സ്റ്റ് എന്താണ്? അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് അഥവാ BOP എന്താണ്? X എന്ന് പറയുന്ന രാജ്യം Y എന്ന് പറയുന്ന രാജ്യവുമായിട്ട് സൂക്ഷിക്കുന്ന എക്സ്പോർട്ട് ഇമ്പോർട്ടുകളുടെ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു പോസിറ്റീവ് ആണെന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് ആയിരിക്കണം. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടിയാൽ മാത്രമേ കൂടുതൽ കയറ്റുമതി ചെയ്യൂ അല്ലേ. ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷനും ഇല്ലെങ്കിൽ എന്താണ്? ഇന്ത്യ കൂടുതൽ ഇമ്പോർട്ടാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ എന്താണ്? നമ്മുടെ വീട്ടിൽ തക്കാളി കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ ചീര കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മുളക് കൃഷി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെന്താണ് കോവയ്ക്ക, അതുപോലെ തന്നെ പാവൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താണ് കൃഷി ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ വിചാരിക്കും. സോ ഇതൊന്നും നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരില്ലേ. ഇതൊന്നും നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരില്ല. ആലോചിച്ചൊക്കെ നിങ്ങൾ ഒരു മാസം നമ്മൾ എന്താണ് ഒരു 10 കിലോ തക്കാളി ഒരു വീട്ടിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് ആ ഒരു 10 കിലോ തക്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 400 രൂപ ഒരു മാസം വരും അല്ലേ. ചീര എന്താണ്? ചീര തരത്തിൽ ഒരു മാസം നമ്മളൊരു 5 കിലോ ചീര വാങ്ങുന്നെങ്കിൽ ആ ഒരു ചീരയുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു 200 രൂപ ചിലവ് വരും. മുളക് 1 കിലോ മുളക് ഒരു മാസം ഒരു വീട്ടിൽ വാങ്ങുന്നുണ്ട്, ഒരു 100 രൂപ മുളകുമായിട്ട് ബന്ധപ്പെട്ട് വരും. 1 കിലോ കോവക്ക ഒരു വീട്ടിൽ ഒരു മാസം വാങ്ങുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് 50 രൂപ വരും. പാവയ്ക്ക് ഒരു 2 കിലോ പാവക്ക വാങ്ങുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 80 രൂപ വരും അല്ലേ. സോ 400, 600, 700, 850, 930 രൂപ അല്ലേ. സോ 930 രൂപ നമുക്ക് ഒരു മാസം ലാഭിക്കാൻ വേണ്ടി പറ്റില്ലേ ഇത്തരത്തിൽ കൃഷി വീട്ടിലുണ്ടെങ്കിൽ. ഇനി ഒരു കൃഷിയും വീട്ടിലില്ലെങ്കിൽ ഈ 930 രൂപ എന്താണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. ഇത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഇനി പറഞ്ഞതിൽ തക്കാളി എന്താണ്? നമുക്ക് ആവശ്യമില്ല. നമ്മൾ സപ്പോസ് എന്താണ് തക്കാളി 10 കിലോ പ്രൊഡ്യൂസർ 5 കിലോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ബാക്കി 5 കിലോ വിറ്റിട്ട് 200 രൂപ നമുക്ക് വാങ്ങാനും സാധിക്കും അല്ലേ. സോ അതേ അവസ്ഥയാണ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പറഞ്ഞത്. എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ട്രാൻസാക്ഷൻ ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന രീതിയിൽ പറഞ്ഞത്. സോ അത് അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഇമ്പോർട്ട് വെരി 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 ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട്. ഇന്ത്യയിൽ നിന്നാണ് ഒന്നും കയറ്റുമതി ചെയ്യുന്നില്ല, ഒരുപാട് ഇറക്കുമതി ചെയ്യുന്നു അല്ലേ. സോ എന്താണ് അത് തിരിച്ചു കൊടുക്കാനുള്ള പൈസ നമുക്ക് വരുമോ? അതുമില്ല. നമ്മൾ മറ്റു രാജ്യങ്ങളെ കയറ്റുമതി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഫോറക്സ് റിസർവ് വർദ്ധിക്കത്തുള്ളൂ, അല്ലാതെ ചുമ്മാ വർദ്ധിക്കത്തില്ല. സോ ഫോറക്സ് റിസർവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല അല്ലേ. സോ റൈറ്റ്സ് ഇൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മിയിൽ വർധനവ് വന്നു. അതായത് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ, വെരി മച്ച് ഗ്രേറ്റർ ദാൻ ഗവൺമെന്റിന്റെ ഇൻകം. ഗവൺമെന്റ് വരുമാനം കൂടി, വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വരുന്നു അല്ലേ. സോ അതാണ് ധനക്കമ്മി എന്ന രീതിയിൽ പറഞ്ഞത്. അതിനിടയിൽ കൂടെ ഗൾഫ് വാറും വന്നു അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ ഓൾ ഓഫ് ദി ബോൺ ഇവിടെ ഉത്തരം വരുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ കാരണമാണ് 1991 അന്നത്തെ സർക്കാരിന് പി വി നരസിംഹറാവു അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് സർക്കാരിന് ഇത്തരത്തിൽ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് പോകേണ്ടതായിട്ട് വന്നത്. അങ്ങനെ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുമ്പോൾ അത് IMF-ഉം വേൾഡ് ബാങ്കുമാണ് നമുക്ക് കടം തരാൻ വേണ്ടി തയ്യാറായി നിന്നിട്ടുണ്ടായിരുന്നത്. സോ IMF-ന്റെ വേൾഡ് ബാങ്കിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, വേൾഡ് ബാങ്കിൽ ഏറ്റവും കൂടുതൽ ഫണ്ടിങ് നടത്തുന്നത് അമേരിക്കയാണ്. സോ തീരുമാനം അമേരിക്കയുടേതാവും അല്ലേ. സോ വ്യവസായ മേഖലയുടെ മോശം പ്രകടനം, അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെന്റ്, സർക്കാരിന്റെ ബാധ്യത, ഹ്യൂജ് ഡെബ്സ് ഓൺ ഗവൺമെന്റ്, ധനക്കമ്മിയിലെ വർധനവ്, അതുപോലെ ഗൾഫ് യുദ്ധമൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. നെക്സ്റ്റ് എന്താണ്? full form of LQP system that existed before onset of new economic policy in 1991. 1991 1991 ന്യൂ എക്കണോമിക് പോളിസി വന്നപ്പോൾ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നു അല്ലേ. അതിന് മുൻപ് എന്തായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് ചോദ്യം. ലൈസൻസ്, കോട്ട ആൻഡ് പ്രൈവറ്റ് ആണ്. ലൈസൻസ് കോട്ടയും ശരിയാണ്, പ്രൈവറ്റ് തെറ്റാണ്. ലിക്വിഡിറ്റി ആൻഡ് കോട്ട, ലിക്വിഡിറ്റി തെറ്റാണ്, കോട്ട ശരിയാണ്, പ്രൊവിഷൻ തെറ്റാണ്. ലൈസൻസ്, കോട്ട, പെർമിറ്റ് അല്ലേ. ഓക്കെ, സോ എന്താണ് ഉത്തരം വരുന്നത്? ലൈസൻസ്, കോട്ട, പെർമിറ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, LQP ആണ്. LPGക്ക് മുൻപ് LQPയുടെ ഫുൾ ഫോം ലൈസൻസ്, കോട്ട ആൻഡ് പെർമിറ്റ് എന്നാണ്. നെക്സ്റ്റ് എന്താണ്? ഇൻ ഇന്ത്യ ലിബറലൈസേഷൻ വാസ് ഡൺ ത്രൂ, അതായത് ഈ പറയുന്ന ന്യൂ എക്കണോമിക് പോളിസി വന്നില്ല, അതിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. ഇതിൽ ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എങ്ങനെയാണ് ചെയ്തത്? എങ്ങനെയൊക്കെയാണ്? ഡീറെഗുലേറ്റിംഗ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ റീഫോം, ടാക്സ് റീഫോം, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസീസ്. സോ ഇതിൽ പറയുന്ന ഓപ്ഷൻ പ്രകാരം എന്താണ്? എല്ലാം വരുന്നത് അല്ലേ. ഡീറെഗുലേറ്റിംഗ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മുടെ അതുവരെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഡീറെഗുലേറ്റിംഗ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്ന സമയത്ത് അതുവരെ ഒരു സ്വകാര്യ വ്യക്തിക്ക് വ്യാവസായിക മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഫോളോ ചെയ്യാനുണ്ടായിരുന്നു, ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. സോ അതൊക്കെ എടുത്തു മാറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് മെത്തേഡിലൂടെ വ്യവസായങ്ങൾ തുടങ്ങാമെന്ന കൺസെപ്റ്റ് വന്നു. ഡീറെഗുലേഷൻ, അതുവരെ ഉണ്ടായിരുന്ന റെഗുലേഷൻസ് എടുത്തു മാറ്റി, ഡീറെഗുലേഷനും ഇൻഡസ്ട്രിയൽ സെക്ടർ. നെക്സ്റ്റ് ഫിനാൻഷ്യൽ സെക്ടർ റീഫോം, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഹ്യൂജ് ടാക്സ് ആയതുകൊണ്ട് പല ആളുകളും ടാക്സ് വെട്ടിക്കുന്നു എന്നൊക്കെ കണ്ടിട്ട് ആളുകൾക്ക് താങ്ങാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അവരുടെ വരുമാനത്തിന് ഈക്വാലൻ്റ് ആയുള്ള രീതിയിൽ ടാക്സിലും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, ഫിനാൻഷ്യൽ സെക്ടറിൽ റീഫോം കൊണ്ടുവന്നു, ടാക്സിലും റീഫോം കൊണ്ടുവന്നു. ഫിനാൻഷ്യൽ സെക്ടറിൽ റീഫോം എന്ന് പറയുമ്പോൾ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സ്കീംസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്താണ് കൂടുതൽ ബെനിഫിറ്റ് വരുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് റീഫോം, വിദേശ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവന്നു. വിദേശ വിപണികൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കൊടുത്തു. അതുപോലെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി റീഫോം, അതുപോലുള്ള കാര്യങ്ങളാണ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ്. നമുക്ക് 4 സെക്ടേഴ്സ് തന്നിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, പിന്നെ ടെറിഷറിയുടെ എക്സ്റ്റൻഷൻ ആയുള്ള ക്യൂനറി തന്നിട്ടുണ്ട് അല്ലേ. സോ അതിൽ ഗോൾഡ് കോളർ, റെഡ് കോളർ, ബ്ലൂ കോളർ, വൈറ്റ് കോളർ. സോ പ്രൈമറി എന്ന് പറയുമ്പോൾ ഞാൻ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണല്ലേ. നിങ്ങളൊരു വെള്ള ഷർട്ട് ഇട്ട് രാവിലെ പാടത്ത് പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കളർ എന്താണ്? റെഡ് ആണ്. സോ പ്രൈമറി എന്ന് പറയുമ്പോൾ റെഡ് കോളർ വർക്കാണ്. സോ എന്താണ്? എ എന്ന് പറയുന്നത് 2 ആണ്. A2 വരുന്നത് ഏതാണ്? A2 വരുന്നത് 2 ഓപ്ഷൻ ഉണ്ട്, വരുന്നത് 2 ഓപ്ഷൻ ആണുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ്? സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. സെക്ടറിനെ ആയിട്ട് നിൽക്കട്ടെ. ടെറിഷറി സെക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറിഷറി സെക്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു നമ്മൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നല്ല, നമ്മൾ AC റൂമിലോട്ട് ഇരുന്ന് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു വൈറ്റ് ഡ്രസ് ഇട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എന്താണ്? എന്ത് തന്നെയാണ്? വൈറ്റ് തന്നെ വരും അല്ലേ. സോ വൈറ്റ് കോളർ വർക്കാണ്. സോ ഇവിടെ എന്താണ്? C എന്ന് പറയുന്നത് 4 ആണ്. C4 ഏതാണ്? C4 ഇതാണ് വരുന്നത് അല്ലേ. സോ ഉത്തരം എന്താണ്? പ്രൈമറി സെക്ടർ വരുന്നത് റെഡ് കോളർ വർക്കേഴ്സ്, സെക്കൻഡറി സെക്ടർ വരുന്നത് ബ്ലൂ കോളർ വർക്കേഴ്സ്, ടെറിഷറി സെക്ടർ വരുന്നത് വൈറ്റ് കോളർ, പിന്നെ ക്യുനറി എന്ന് പറയുന്നത് ഗോൾഡ് കോളർ വർക്കേഴ്സ് ആണ്. അതായത് കോട്ടുകണ്ടിയും ക്യുനറിയും വരുന്നത്. ക്യുനറി എന്ന് പറയുമ്പോൾ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വരുന്ന ഡിസിഷൻ മേക്കിംഗ് ആയുള്ള ആളുകൾ, മാനേജർ ലെവലിൽ വരുന്ന ആളുകളാണ് ഗോൾഡ് കോളർ വർക്കേഴ്സ് എന്ന രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി എന്താണ്? ഇ ഗവേണൻസ്,
അതുപോലെ തന്നെ കൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെന്റ്. ഇപ്പോൾ എക്കണോമിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ എടുത്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു ടോപ്പിക്ക് അർബൻ ഗവേണൻസ് ആണ്. അർബൻ ഗവേണൻസിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്